Hi all, welcome to Enlearn Academy. So നമ്മൾ ഇന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സെഷൻ ആണ്. സോ നമ്മൾ ഇന്ന് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, സോ ഇതിൽ നിങ്ങൾ CUT എൻട്രൻസിന് പ്രിപ്പയർ ചെയ്ത ആ ഒരു ഏകദേശം ടോപ്പിക്സ് ഒക്കെ സെയിം ആണ്. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് കൂടുതലും ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ഇതിനു മുന്നേ CUT എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒത്തിരി മോക്ക് ടെസ്റ്റുകളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേ ഒരു മോഡൽ തന്നെയാണ് ഈ ഒരു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. പിന്നെ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അതായത് ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ നെറ്റ് ഒക്കെ UGC നെറ്റ് സോഷ്യോളജിക്കൊക്കെ വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും കുറച്ചൊരു റെയർ ആയിട്ട് ഒരു 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ ആ ഒരു പാറ്റേണിൽ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ഓക്കെ, സോ നമുക്കിപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും പിന്നെ അതിന്റെ ഒരു ഷോർട്ട് എക്സ്പ്ലനേഷൻ അങ്ങനെ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, study of society became very popular during the 19th century because of. So നമ്മൾ ഓൾറെഡി ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി പഠിച്ചപ്പോൾ സോഷ്യോളജി ഒരു സെപ്പറേറ്റ് ഡിസിപ്ലിൻ ആയിട്ട് എമർജ് ചെയ്തത് 19th സെഞ്ചുറിയിലാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആൻഡ് ഈ 19th സെഞ്ചുറിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചപ്പോഴാണ് സൊസൈറ്റിയെ കുറിച്ചിട്ടുള്ള ഒരു പഠനം വലിയ ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് എമർജ് ചെയ്തത്. അത് ഫ്രാൻസിലെ ഫ്രഞ്ച് റെവല്യൂഷൻ കൊണ്ടാണോ, അല്ലെങ്കിൽ യൂറോപ്യൻ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ കൊണ്ടാണോ, അല്ലെങ്കിൽ അവിടെയുള്ള അർബനൈസേഷൻ പ്രോസസ്സ് കൊണ്ടാണോ, അല്ല ഇതെല്ലാം ഒരുമിച്ച് നടന്നത് കൊണ്ടാണോ നമുക്ക് സൊസൈറ്റിയുടെ സ്റ്റഡി അല്ലെങ്കിൽ സോഷ്യോളജി ഒരു സെപ്പറേറ്റ്, ഈ ക്വസ്റ്റ്യനെ നമുക്ക് വേറൊരു രീതിയിലും ഇന്റർപ്രറ്റ് ചെയ്യാം. സ്റ്റഡി ഓഫ് സൊസൈറ്റി ബിക്കം വെരി പോപ്പുലർ എന്ന് മാത്രമല്ല, സോഷ്യോളജി എമർജസ് ആസ് എ സെപ്പറേറ്റ് ഡിസിപ്ലിൻ. സോഷ്യോളജി ഒരു സെപ്പറേറ്റ് സബ്ജക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് സോഷ്യൽ സയൻസ് ആയിട്ട് എമർജ് ചെയ്തത് ഏത് കാരണം കൊണ്ടാണ് എന്ന് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനെ ഇന്റർപ്രറ്റ് ചെയ്യാം. സോ എന്തായിരിക്കും ആൻസർ? ഇതിൽ ഏതെങ്കിലും ഒന്നാണോ അതോ എല്ലാം ഇതിന്റെ റീസൺ ആണോ? ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ ഓൺലൈൻ? ഏതായിരിക്കും ആൻസർ? നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്, നിങ്ങളുടെ CUTക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഉണ്ടെങ്കിൽ പെട്ടെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ചാറ്റിൽ ഇട്ടു. തെറ്റിയാലും കുഴപ്പമില്ല, നമുക്ക് അതിന്റെ ഒരു എക്സ്പ്ലനേഷനും കൂടെ പറഞ്ഞു പോകും. ട്രൈ ചെയ്യുന്നില്ല ആരും? ഓക്കെ, സോ നമുക്ക് ആൻസറിലേക്ക് പോവാം. സോ ആൻസർ എന്ന് പറയുന്നത് ഓക്കെ, അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം കേട്ടോ. ലാസ്റ്റ് കുറച്ച് സമയം നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. ഓക്കെ, സോ ഇതിന് ആൻസർ എന്ന് പറയുന്നത് ഓൾ ഓഫ് ദി എബോ ആണ്. അതായത് ഫ്രഞ്ച് റെവല്യൂഷൻ ഇൻ ഫ്രാൻസും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷനും അതുപോലെ അർബനൈസേഷനും ഇതെല്ലാം എന്ത് ചെയ്തു? സൊസൈറ്റിയെ ഓവറോൾ ഒരു മാറ്റം കൊണ്ടുവന്നു. ഫ്രഞ്ച് റെവല്യൂഷൻ ഉണ്ടായപ്പോൾ ആൾക്കാർക്ക് ആ ഡെമോക്രസിയെ കുറിച്ചും റൈറ്റ്സിനെ കുറിച്ചും സൊസൈറ്റിയെ കുറിച്ചൊക്കെ കൂടുതൽ മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ എമർജ് ചെയ്തു. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വന്നപ്പോൾ സൊസൈറ്റിയുടെ സോഷ്യൽ സ്ട്രക്ചേഴ്സിന് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. ആൻഡ് അർബനൈസേഷൻ എന്ന് പറയുമ്പോൾ ട്രഡീഷണൽ സൊസൈറ്റിയിൽ നിന്നൊരു മോഡേൺ സൊസൈറ്റി അല്ലെ, റൂറൽ സൊസൈറ്റിയിൽ നിന്നൊരു അർബൻ സൊസൈറ്റിയിലേക്ക് ഒരു മാറ്റം വന്നു. ഇതൊക്കെ സൊസൈറ്റി ആസ് എ ഹോൾ വലിയൊരു മാറ്റമാണ് സൃഷ്ടിച്ചത്. സോ സൊസൈറ്റിക്ക് ഇത്രയും മാറ്റങ്ങൾ ഉണ്ടായപ്പോഴാണ് സൊസൈറ്റിയെ കുറിച്ചൊരു പഠനം അല്ലെങ്കിൽ സൊസൈറ്റിയെ കുറിച്ച് പഠിക്കാനായിട്ട് ഒരു സെപ്പറേറ്റ് ഡിസിപ്ലിൻ വേണം എന്നൊക്കെ ഉള്ളൊരു തോന്നലുണ്ടായത്. ആൻഡ് സോ ഇതിൽ നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാം? 19th സെഞ്ചുറിയിലാണ് സൊസൈറ്റിയെ കുറിച്ചുള്ള സ്റ്റഡീസ് എമർജ് ചെയ്തത്. ആൻഡ് 19th സെഞ്ചുറിയിലാണ് സോഷ്യോളജി ഒരു സെപ്പറേറ്റ് സബ്ജക്റ്റ് ആയിട്ട് എമർജ് ചെയ്തത്. ആൻഡ് സോഷ്യോളജി ഒരു സെപ്പറേറ്റ് സബ്ജക്റ്റ് ആയിട്ട് എമർജ് ചെയ്യാനുള്ള മേജർ റീസൺസ്. സോ ഇത്രയും 3 ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇത് ഏത് രീതിയിൽ വേണമെങ്കിലും വരാം എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, who all are considered as the founding fathers of sociology? സോ നമ്മൾ സോഷ്യോളജി പഠിക്കുമ്പോൾ നമ്മൾ എപ്പോഴും കേൾക്കുന്ന കുറെ പേരുകളുണ്ട് അല്ലെ. അതിൽ തന്നെ ഫാദർ ഓഫ് സോഷ്യോളജി നമ്മുടെ അഗസ്റ്റ് കോംറ്റെ, പിന്നെ കാറൽ മാർക്സ്, മാക്സ് വെബർ, അതുപോലെ റോബർട്ട് കെ മർട്ടൺ, ജോർജ് ഹെർബർട്ട് മീഡ്, ഇവരെല്ലാം നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്. പക്ഷെ സോഷ്യോളജിയുടെ ഫൗണ്ടിങ് ഫാദേഴ്സ്, അതായത് സോഷ്യോളജി എന്ന സബ്ജക്റ്റിൽ കുറച്ച് കൂടുതലായിട്ട് എന്ത് ചെയ്തത്, കോൺട്രിബ്യൂട്ട് ചെയ്തത്, തിയറീസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സോഷ്യോളജി എന്ന സബ്ജക്റ്റിനെ കുറച്ച് കൂടുതലായിട്ടുള്ള സബ്ജക്ട് മാറ്റേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്തത് ആരൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അവരെയാണ് നമ്മൾ ഫൗണ്ടിങ് ഫാദേഴ്സ് എന്ന് വിളിക്കുന്നത്. സോ ഇതിൽ ആരായിരിക്കും 3 പേര്
ഫൗണ്ടിങ് ഫാദേഴ്സ് ഓഫ് സോഷ്യോളജി. ഈ ഓപ്ഷൻസ് തന്നെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയായിരിക്കും അല്ലെ. ഫൗണ്ടിങ് ഫാദേഴ്സ് എന്ന് പറയുമ്പോൾ ഒരിക്കലും നമ്മുടെ ഫാദർ ഓഫ് സോഷ്യോളജി ഇല്ലാണ്ട് പറ്റില്ല. ആൻഡ് ഇതിൽ ഫാദർ ഓഫ് സോഷ്യോളജി ആരാണ്? അഗസ്റ്റ് കോംറ്റെ ആണ് അല്ലെ. സോ അഗസ്റ്റ് കോംറ്റെ ഒരൊറ്റ ഓപ്ഷനിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ തന്നെ നമുക്ക് ഏകദേശം ആൻസർ ഉറപ്പിക്കാം. കാരണം ഫൗണ്ടിങ് ഫാദേഴ്സ് ആണ് സോഷ്യോളജിക്ക് ആദ്യമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തതും മേജർ കോൺട്രിബ്യൂഷൻസും തന്നിട്ടുള്ള സോഷ്യോളജിസ്റ്റുകളെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. സോ ആൻസർ എന്ന് പറയുന്നത് സി, അഗസ്റ്റ് കോംറ്റെ, എമിൽ ഡർക്കീം ആൻഡ് കാറൽ മാർക്സ് ആണ്. കാരണം ഇവർ മൂന്നുപേരുമാണ് സോഷ്യോളജിക്ക് കൂടുതലായിട്ടുള്ള സബ്ജക്ട് മാറ്റർ അല്ലെങ്കിൽ സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിൽ കൂടുതലായിട്ടുള്ള തിയറീസ് ആയിക്കോട്ടെ അതിനെ ഒരു സെപ്പറേറ്റ് അക്കാഡമിക് സബ്ജക്റ്റ് ആയിട്ട് എമർജ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തത് ഈ മൂന്ന് പേരുടെ കോൺട്രിബ്യൂഷൻസ് ആണ്. സോ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഓപ്ഷൻസ് നോക്കുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, ഫാദർ ഓഫ് സോഷ്യോളജി അഗസ്റ്റ് കോംറ്റെ ആണെന്നുള്ളത്. സോ അഗസ്റ്റ് കോംറ്റെ ഇല്ലാണ്ട് നമുക്ക് സോഷ്യോളജിയുടെ ഒരു ഫൗണ്ടറിനെ കുറിച്ച് പറയാൻ പറ്റില്ല. ഫസ്റ്റ് ഫൗണ്ടർ എന്ന് പറഞ്ഞാല് അഗസ്റ്റ് കോംറ്റെ ആണ്. സോ ഈ ഒരു ഓപ്ഷൻ നോക്കുമ്പോൾ തന്നെ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. സോ ഇങ്ങനെയൊക്കെ റിലേറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. ചിലപ്പോൾ ഈ എല്ലാവരുടെ പേര് നിങ്ങൾക്ക് ഓർമ്മ ഇരിക്കണം എന്നില്ല. സോ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കാം, അത് ഓപ്ഷനിൽ എന്തായിരിക്കണം കണക്ട് ചെയ്ത് നോക്കി പഠിക്കാം. സോ ഓരോരുത്തരുടെയും കോൺട്രിബ്യൂഷൻ ആണ്. അഗസ്റ്റ് കോംറ്റെ നമ്മൾ പോസിറ്റിവിസം പഠിച്ചപ്പോൾ അഗസ്റ്റ് കോംറ്റെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എമിൽ ഡർക്കീം എന്ന് പറയുമ്പോൾ ഒത്തിരി കോൺട്രിബ്യൂഷൻസ് ഉണ്ട് അല്ലെ. എമിൽ ഡർക്കീമിന്റെ കോൺട്രിബ്യൂഷൻ ടൈപ്സ് ഓഫ് സൂയിസൈഡ് തന്നെ വലിയൊരു കോൺട്രിബ്യൂഷൻ ആണ്. പിന്നെ നമ്മൾ കാറൽ മാർക്സിനെ കുറിച്ച് പറയാന്നുണ്ടെങ്കിലോ, കാറൽ മാർക്സും നമുക്ക് ഈ എന്താ പറയാ ഏലിനേഷൻ അല്ലെങ്കിൽ നമ്മുടെ ബൂർഷ്വാസീസ് വേഴ്സസ് പ്ലൊറിറ്റേറിയൻസ് എന്ന് പറയുന്ന, അതായത് ഓണേഴ്സ് ഓഫ് ദ ഫാക്ടറിയും അവിടെ ജോലി ചെയ്യുന്ന ലേബറേഴ്സ് അല്ലെങ്കിൽ വർക്കേഴ്സ് അവരുടെ പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള കുറെ ടേംസും കാര്യങ്ങളും ഒക്കെ കോൺട്രിബ്യൂട്ട് ചെയ്ത് തന്നത് കാറൽ മാർക്സ് ആണ്. ആൻഡ് ഇതില് അഗസ്റ്റ് കോംറ്റെക്ക് പകരം ഏതെങ്കിലും ഓപ്ഷനിൽ മാക്സ് വെബർ എന്നാണ് കണ്ടെങ്കിൽ നിങ്ങൾ അത് എഴുതുക. ഓക്കെ, ഇപ്പൊ അഗസ്റ്റ് കോംറ്റെക്ക് പകരം മാക്സ് വെബർ, എമിൽ ഡർക്കീം, കാറൽ മാർക്സ് എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. കാരണം മാക്സ് വെബറും കുറച്ച് കൂടുതൽ കോൺട്രിബ്യൂഷൻസ് നമ്മുടെ സോഷ്യോളജിയിൽ തന്നിട്ടുള്ളൊരു സോഷ്യോളജിസ്റ്റ് ആണ്. ഓക്കെ, സോ അഗസ്റ്റ് കോംറ്റെ മാക്സ് വെബറും കൂടി ഒരുമിച്ച് വരില്ല. ചിലപ്പോൾ ഈ അഗസ്റ്റ് കോംറ്റെക്ക് വരെ മാക്സ് വെബർ ആയിരിക്കാം ചില ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ ഓപ്ഷൻസിൽ കാണാം. ഓക്കെ, സോ എങ്കിൽ അത് എഴുതുക. നെക്സ്റ്റ് വൺ, അഗസ്റ്റ് കോംറ്റെ കൺസിഡേർഡ് സോഷ്യോളജി ആസ് ദ ക്യൂൻ ഓഫ് ഓൾ സയൻസസ്. സോ അഗസ്റ്റ് കോംറ്റെ സോഷ്യോളജി എങ്ങനെയാണ് വിശേഷിപ്പിച്ചത്? ക്യൂൻ ഓഫ് ഓൾ സയൻസസ്, എല്ലാ സയൻസസിന്റെ ക്യൂൻ ആണ് സോഷ്യോളജി എന്നാണ് അഗസ്റ്റ് കോംറ്റെ വിശേഷിപ്പിച്ചത്. അതിന്റെ കാരണം എന്താണ്? സോഷ്യോളജിയുടെ സബ്ജക്ട് മാറ്റർ ഹ്യൂമൻ ബിഹേവിയറിന്റെ സ്റ്റഡി ആയതുകൊണ്ടാണോ, അല്ലെങ്കിൽ സോഷ്യോളജി ഡെവലപ്പ് ചെയ്തത് ഒരു ലാസ്റ്റ് സയൻസ് ആയിട്ടാണ് ഡെവലപ്പ് ചെയ്തത്, അതുകൊണ്ട് ഇറ്റ് ഇസ് മോർ അഡ്വാൻസ്ഡ് അതുകൊണ്ടാണോ? അല്ലാന്നുണ്ടെങ്കിൽ സോഷ്യോളജി സൊസൈറ്റിയെ കുറിച്ചാണ് പഠിക്കുന്നത്. സൊസൈറ്റിയെ കുറിച്ച് പഠിക്കാണ്ട് ഒരു ഹ്യൂമൻ ബീങ്സിനും സർവൈവ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് സോഷ്യോളജി ഒരു സിമ്പിൾ സോഷ്യൽ സയൻസ് ആണ്. ഈ നാലിലെ ഏത് റീസൺ കൊണ്ടായിരിക്കാം അഗസ്റ്റ് കോംറ്റെ സോഷ്യോളജിയെ ക്യൂൻ ഓഫ് ഓൾ സോഷ്യൽ സയൻസസ് എന്ന് വിളിക്കുന്നത്? എന്തായിരിക്കും റീസൺ? ഫസ്റ്റ് എന്താ പറയുന്നത്? സോഷ്യോളജിയുടെ സബ്ജക്ട് മാറ്റർ സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ആണ്. അതൊരു പരിധിവരെ ശരിയാണ് അല്ലെ. പക്ഷെ ഹ്യൂമൻ ബിഹേവിയർ മാത്രമാണോ നമ്മൾ പഠിക്കുന്നത് സോഷ്യോളജിയിൽ? അല്ല, ഹ്യൂമൻ റിലേഷൻഷിപ്പും സൊസൈറ്റി ആസ് എ ഹോൾ ആണ് നമ്മൾ പഠിക്കുന്നത്. സോ അതെന്താണ്? അതൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള സബ്ജക്ട് മാറ്റർ അല്ല. സെക്കൻഡ് വൺ എന്താ പറയുന്നത്? സോഷ്യോളജി ഒരു ലാസ്റ്റ് സയൻസ് ആണ് ടു ഹാവ് ഡെവലപ്ഡ്. സോ അതുകൊണ്ട് തന്നെ അത് കൂടുതൽ അഡ്വാൻസ്ഡ് ആണ്. അങ്ങനെ പറഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് അതിനെ വെറുതെ ക്യൂൻ ഓഫ് സോഷ്യൽ സയൻസ് എന്ന് വിളിക്കാൻ പറ്റുമോ? പറ്റില്ല. ആൻഡ് ഇറ്റ് ഈസ് എ സിമ്പിൾ സോഷ്യൽ സയൻസ്. സിമ്പിൾ ആയതുകൊണ്ട് നമുക്ക് അതിനെ സോഷ്യൽ സയൻസ്, സിമ്പിൾ സോഷ്യൽ സയൻസ് ആയതുകൊണ്ട് നമുക്ക് അതിനെ ക്യൂൻ എന്ന് വിളിക്കാൻ പറ്റും? പറ്റില്ല. സോ അതിന്റെ സബ്ജക്ട് മാറ്റർ അത്രയും സ്ട്രോങ് ആണ്. അതിന്റെ സബ്ജക്ട് മാറ്റർ ഇല്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? ഹ്യൂമൻ ബീങ്സിന് സർവൈവ് ചെയ്യാൻ പറ്റില്ല. അതിനെക്കുറിച്ച് പഠിക്കാണ്ട്, അതിന്റെ കാര്യങ്ങളൊക്കെ പഠിക്കാണ്ട് നമ്മുടെ നമ്മുടെ ഹ്യൂമൻ ബീങ്സിന് സർവൈവ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മുടെ സോഷ്യോളജിയെ അഗസ്റ്റ് കോംറ്റെ ക്യൂൻ ഓഫ് ഓൾ സയൻസസ് എന്ന് വിളിച്ചത്. അതായത് സോഷ്യോളജി സൊസൈറ്റി ആസ് എ ഹോൾ ആണ് പഠിക്കുന്നത്. അതിൽ ഹ്യൂമൻ ബീങ്സിന്റെ ബിഹേവിയർ ഉണ്ട്, റിലേഷൻഷിപ്പുകൾ ഉണ്ട്, അതുപോലെ സൊസൈറ്റിയുടെ ആസ് എ ഹോൾ അല്ലെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോഷ്യൽ കൺട്രോള്, സോഷ്യൽ പ്രോസസ്സുകൾ, ഇങ്ങനെ സൊസൈറ്റിയുടെ എല്ലാ ഘടകങ്ങളെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പഠിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ സോഷ്യോളജിയെ നമ്മളൊരു സുപ്രീം സയൻസ് അല്ലെങ്കിൽ ക്യൂൻ ഓഫ് ഓൾ സോഷ്യൽ സയൻസസ് എന്നാണ് വിളിക്കുന്നത്. ആൻഡ് അങ്ങനെ സോ ഇതിൽ നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻസ് എടുക്കാം. ഒന്ന്, ആരാണ് സോഷ്യോളജിയെ ക്യൂൻ ഓഫ് സോഷ്യൽ സയൻസസ് എന്ന് വിളിച്ചത്? അഗസ്റ്റ് കോംറ്റെ.
രണ്ടാമത്, എന്തുകൊണ്ടാണ് അഗസ്റ്റ് കോംറ്റെ സോഷ്യോളജിയെ ക്യൂൻ ഓഫ് ഓൾ സോഷ്യൽ സയൻസസ് എന്ന് വിളിച്ചത്? സോ 2 ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ഇതിനെ തിരിക്കാം. നെക്സ്റ്റ് വൺ, വിച്ച് among the following is a feature of community? സോ കമ്മ്യൂണിറ്റി നമ്മൾ എപ്പോഴും പറയുന്നതാണ്, കമ്മ്യൂണിറ്റിയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ ഫീച്ചേഴ്സിനെ കുറിച്ചൊക്കെ നമ്മൾ എപ്പോഴും പറയുന്നതാണ് അല്ലെ. എന്താണ് ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്? കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ അതിനൊരു ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു ടെറിറ്ററി ഉണ്ടായിരിക്കും അല്ലെ, ജിയോഗ്രഫിക്കൽ ആയിട്ടുള്ള ഒരു ബൗണ്ടറി ഉണ്ടായിരിക്കും. എല്ലാ ആൾക്കാരും ഏകദേശം ഒന്നെങ്കിൽ ഒരു സെയിം റിലീജിയൻ ഫോളോ ചെയ്യുന്നവരോ അല്ലെങ്കിൽ സെയിം ഒക്യുപ്പേഷൻ ഫോളോ ചെയ്യുന്നവരോ അല്ലെങ്കിൽ ഒരു സെയിം റേസിൽ പെട്ടവരോ ഒക്കെ ആയിരിക്കും ഓൾമോസ്റ്റ് ഒരു കമ്മ്യൂണിറ്റിക്ക് അകത്ത് ഉണ്ടാവുക എന്നുള്ളത്. പിന്നെ അവർക്ക് എല്ലാവർക്കും ഒരു സെന്റിമെന്റ്സ് അല്ലെങ്കിൽ ഒരു വി ഫീലിംഗ് അല്ലെങ്കിൽ ഒരു ബ്രദർഹുഡ് ഫീലിംഗ് ഉണ്ടായിരിക്കും അല്ലെ. ആ കമ്മ്യൂണിറ്റിക്ക് അകത്തുള്ള അവർക്കെല്ലാം ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ് ഉണ്ടായിരിക്കും, ഒരു വി ഫീലിംഗ് ഉണ്ടായിരിക്കും. സോ അപ്പൊ ഈ പറയുന്ന മൂന്നും എന്താണ്? കമ്മ്യൂണിറ്റിയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് തന്നെയാണ് അല്ലെ. കാരണം എല്ലാവർക്കും ഒരു വി ഫീലിംഗ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സെന്റിമെന്റ്സ് ഉണ്ടായിരിക്കും. ഓൾമോസ്റ്റ് എല്ലാവരും ലൈക്നെസ്, ഓൾമോസ്റ്റ് എല്ലാവരും ഒരു സെയിം റേസിലോ അല്ലെങ്കിൽ സെയിം റിലീജിയനിലോ ഒക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ആൻഡ് അതിനൊരു ഡെഫിനറ്റ് ലൊക്കാലിറ്റി അല്ലെങ്കിൽ ഒരു ടെറിറ്റോറിയൽ ബൗണ്ടറി അല്ലെങ്കിൽ ഒരു ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ അതിന് ഉണ്ടെന്നുള്ളതാണ് അല്ലെ. സോ കമ്മ്യൂണിറ്റി, നമ്മൾ ട്രൈബൽ കമ്മ്യൂണിറ്റിയെ കുറിച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ട്രൈബൽ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ? അവർ ഒരേ ട്രൈബിൽ നിന്ന് ഉത്ഭവിച്ചവരാണ്. അവരുടെ ലൊക്കാലിറ്റി എന്ന് പറയുന്നത് അവർ കൂടുതലും സൊസൈറ്റിയുടെ മെയിൻ സ്ട്രീമിൽ നിന്ന് മാറി അവരുടെ മാത്രം ഒരൊറ്റ ജിയോഗ്രഫിക്കൽ ലൊക്കേഷനിൽ കൺഫൈൻഡ് ആയിട്ട് താമസിക്കുന്നവരായിരിക്കും. അവർ ഓൾമോസ്റ്റ് ഫോളോ ചെയ്യുന്ന റിലീജിയൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ അവരുടെ ഫുഡ് ഹാബിറ്റ്സ് ആയിക്കോട്ടെ ഇതൊക്കെ സെയിം ആയിരിക്കും അല്ലെ. സോ അതാണ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. സോ ആൻസർ ഓൾ ഓഫ് ദിസ്. കോംറ്റേസ് ടേം പോസിറ്റിവിസം റെഫേഴ്സ് ടു. സോ പോസിറ്റിവിസം എന്ന് പറയുന്ന ഒരു സൈക്കോളജിയിലെ ഒരു മെത്തേഡ് തന്നെ നമുക്ക് പറയാം. അതായത് നമ്മളിപ്പോ ഡേറ്റയൊക്കെ കളക്ട് ചെയ്യുമ്പോൾ, നമ്മളിപ്പോ സോഷ്യൽ സയൻസ് റിസർച്ച് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഡേറ്റ കളക്ട് ചെയ്യണം അല്ലെ. സോ ആ ഒരു ഡേറ്റ കളക്ട് ചെയ്യുമ്പോൾ നമ്മൾ അത് എന്ത് രീതിയിലാണ് നമ്മൾ അത് കളക്ട് ചെയ്യേണ്ടത്? വളരെ ലോജിക്കലി ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഒരു ഡേറ്റ നമ്മൾ കളക്ട് ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മുടെ ഒബ്ജക്റ്റീവ് ഏതാണോ അതിനെ ബേസ് ചെയ്ത് നമ്മൾ ലോജിക്കലി ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കളക്ട് ചെയ്യുന്നത്. അത് ലോജിക്കലി മാത്രമല്ല, ഇതൊരു സയന്റിഫിക്കലി ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. സോ കോംറ്റയുടെ പോസിറ്റിവിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഹ്യൂമൻ എവല്യൂഷൻ ആണോ, സോഷ്യൽ കസ്റ്റംസിനെ കുറിച്ചുള്ള സ്റ്റഡി ആണോ, അല്ലെങ്കിൽ സോഷ്യൽ ഫിനോമിനെ കുറിച്ചുള്ള സ്റ്റഡി ആണോ, അല്ലെങ്കിൽ ഫിലോസഫിയുടെ ലോജിക്കൽ യൂസ് ആണോ? സോ നമ്മൾ എപ്പോഴും സോഷ്യോളജിയിൽ കൂടുതൽ പഠിക്കുന്നത് എന്താണ്? ഒരു സോഷ്യൽ ഫിനോമിന അല്ലെങ്കിൽ ഒരു സോഷ്യൽ പ്രോബ്ലം, ഇതിനെയൊക്കെ കുറിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പഠിക്കുന്നത്. അതിനെ നമ്മൾ എങ്ങനെ പഠിക്കണം എന്നാണ് അഗസ്റ്റ് കോംറ്റെ പറയുന്നത്? സയന്റിഫിക്കലി, സയന്റിഫിക് ആയിട്ടുള്ള ടൂൾസ് വെച്ചിട്ട്, സയന്റിഫിക് ആയിട്ടുള്ള ടൂൾസ് ഓഫ് ഡേറ്റ കളക്ഷൻ വെച്ചിട്ട് അല്ലെങ്കിൽ സയന്റിഫിക് ആയിട്ടുള്ള ടൂൾസ് ഒക്കെ വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അത് അനലൈസ് ചെയ്യേണ്ടത്. അതിനെയാണ് നമ്മൾ പോസിറ്റിവിസം എന്ന് പറയുന്നത്. യൂഷ്വലി പോസിറ്റിവിസം എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ ആയിട്ട് കണക്റ്റഡ് ആണ്. അതായത് ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സയന്റിഫിക്കലി നമുക്ക് അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റും അല്ലെ. ആൾക്കാരുടെ ഫീലിങ്സ് ഒന്നും അല്ല, അത് നമ്പേഴ്സ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ എന്ന് പറയുന്നത്. സോ യൂഷ്വലി പോസിറ്റിവിസം എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റയായിട്ട് റിലേറ്റഡ് ആണ്. സയന്റിഫിക്കലി നമ്മൾ ഒരു കാര്യത്തെ കുറിച്ച് പഠിക്കുന്നത് വളരെ എന്താണ് സയന്റിഫിക് ആയിട്ടുള്ള ടൂൾസും സയന്റിഫിക് ആയിട്ടുള്ള ഡേറ്റ അനാലിസിസ് മെത്തേഡ്സും ഒക്കെ വെച്ച് നമ്മൾ സയന്റിഫിക്കലി ഒരു സോഷ്യൽ ഫിനോമിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു സോഷ്യൽ പ്രോബ്ലത്തെ കുറിച്ച് പഠിക്കുന്നതിനെയാണ് നമ്മൾ പോസിറ്റിവിസം എന്ന് പറയുന്നത്. ആൻഡ് പോസിറ്റിവിസം കൊണ്ടുവന്നത് അഗസ്റ്റ് കോംറ്റെ ആണ്. ആ ഒരു തിയറി അല്ലെങ്കിൽ ആ ഒരു മെത്തേഡ് പ്രപ്പോസ് ചെയ്തത് അഗസ്റ്റ് കോംറ്റെ ആണ്. നെക്സ്റ്റ് വൺ, അക്കോർഡിംഗ് ടു കാറൽ മാർക്സ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ പ്രീ കണ്ടീഷൻ ഫോർ റെവല്യൂഷൻ? സോ ഇതൊന്നും നിങ്ങൾക്ക് നിങ്ങളുടെ CUT എക്സാമിന് ഇങ്ങനത്തെ ടോപ്പിക്സ് ഒന്നും, കാറൽ മാർക്സിന്റെ ഈ ഒരു ടോപ്പിക് ഒന്നും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇല്ലായിരുന്നു. സോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കാറൽ മാർക്സ് അതൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. 2 കാറ്റഗറീസ് ഉണ്ട്, ബൂർഷ്വാസീസ് ആൻഡ് പ്രൊളിറ്റേറിയൻസ്. അതായത് ബൂർഷ്വാസീസ് എന്ന് പറയുമ്പോൾ അവരാണ് ഓണേഴ്സ് എന്ന് പറയുന്നത്. അവര് പ്രൊളിറ്റേറിയൻസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ലേബറേഴ്സ് എന്ന് നമുക്ക് വിളിക്കാം. ഈ ലേബറേഴ്സിനെ എന്ത് ചെയ്യും? എക്സ്പ്ലോയിറ്റ് ചെയ്യും, കൂടുതൽ സമയം പണിയെടുപ്പിക്കും, അവർക്ക് വേജസ് കുറച്ചു കൊടുക്കും. സോ അങ്ങനെ ഉള്ള ആ ഒരു 2 കാറ്റഗറിയാണ് കാറൽ മാർക്സ് ബൂർഷ്വാസീസ് എന്നും പ്രൊളിറ്റേറിയൻസ് അല്ലെങ്കിൽ ലേബറേഴ്സ് എന്നും വിളിച്ചത്. ഇതില് കാറൽ മാർക്സ് പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. കുറെ നാൾ കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു? ഈ ലേബറേഴ്സ് എല്ലാത്തിൽ നിന്നും ഏലിനേറ്റ് ചെയ്യാൻ തുടങ്ങി, അല്ലെങ്കിൽ
അവരെന്ത് ചെയ്യാൻ തുടങ്ങി, അവരുടെ ഒരു ഇൻട്രസ്റ്റ് എല്ലാത്തിൽ നിന്നും മാറാൻ തുടങ്ങി. അതിനെയാണ് ഏലിനേഷൻ ഒരു ടേം ഇട്ട് കാറൽ മാർക്സ് വിളിച്ചത്. അതൊക്കെ നമ്മുടെ നോട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതായത് പതുക്കെ പതുക്കെ ഈ ലേബറേഴ്സ് ഒരുപാട് പണിയെടുത്ത് അവർക്കൊരു മടുപ്പ് തോന്നി. അവര് എല്ലാ കാര്യത്തിൽ നിന്നും, അവരുടെ ഫാമിലിയിൽ നിന്നായിക്കോട്ടെ, അല്ലെങ്കിൽ അവരുടെ ചുറ്റുമുള്ള ഫെല്ലോ കൊളീഗ്സിന്റെ അടുത്ത് നിന്നായിക്കോട്ടെ, അല്ലെങ്കിൽ ഹോൾ പ്രൊഡക്ഷനിൽ നിന്ന് തന്നെ അവരെന്ത് ചെയ്യാൻ തുടങ്ങി, അവർ ഡിറ്റാച്ച് ചെയ്യാനായിട്ട് തുടങ്ങി. ആ ഒരു പ്രോസസ്സിനെ അല്ലെങ്കിൽ ആ ഒരു ഫീലിംഗിനെയാണ് ഏലിനേഷൻ എന്ന് ആര് വിളിച്ചത്, കാറൽ മാർക്സ് വിളിച്ചത്. ആൻഡ് റെവല്യൂഷൻ ഉണ്ടാവാനായിട്ട്, അതായത് അത് കഴിഞ്ഞിട്ട് ഇവരെന്ത് ചെയ്തു, ലേബറേഴ്സ് എല്ലാവരും കൂടി ഒത്തുചേർന്ന് എന്ത് ചെയ്തു, വലിയൊരു റെവല്യൂഷൻ തന്നെ സംഭവിച്ചു. അതായത് അവരെ ഇനി എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു കണ്ടീഷനിലേക്ക് എത്തി. സോ അതിന്റെ ഒരു മേജർ റീസൺ എന്താണ്, അത് ട്രിഗർ ആയതിന്റെ മേജർ റീസൺ എന്താണ് എന്നാണ് പറയുന്നത്. പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്തതാണോ, അല്ലെങ്കിൽ മാസ് പ്രൊഡക്ഷൻ ആണോ, അല്ലെങ്കിൽ ക്ലാസസ് ഫോർ ക്ലാസ് ഇൻ ഇറ്റ് സെൽഫ് എന്നുള്ള ട്രാൻസ്ഫോർമേഷൻ ആണോ, അല്ലെങ്കിൽ ഗ്ലോബലൈസേഷൻ ആണോ? സോ ആ സമയത്തൊന്നും നമുക്ക് ഗ്ലോബലൈസേഷൻ ഒരു ആൻസർ ആയിട്ട് പറയാനായിട്ട് പറ്റില്ല. സോ കാറൽ മാർക്സ് പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ക്യാപിറ്റലിസ്റ്റുകള്, അതായത് ക്യാപിറ്റലിസ്റ്റുകൾ എന്ന് വെച്ചാൽ എന്താണ്, പ്രൈവറ്റ്ലി ഓൺഡ് ആയിട്ടുള്ള കാര്യത്തെയാണ് നമ്മൾ ക്യാപിറ്റലിസം എന്ന് പറയുന്നത്, അല്ലെ? അതായത് ഒരു പ്രൈവറ്റ് പേഴ്സൺ ഒരു കമ്പനി ഓൺ ചെയ്യാണ്, അയാളുടെ കീഴിൽ ജോലി ചെയ്യുന്നത് എല്ലാവരും ലേബറേഴ്സ് ആണ്. സോ അയാളുടെ മെയിൻ എയിം എന്തായിരിക്കും, പ്രോഫിറ്റ് മോട്ടീവ് ആയിരിക്കും, അല്ലെ? പ്രൈവറ്റ് സെക്ടേഴ്സ് ഓൾമോസ്റ്റ് എല്ലാം അവരുടെ എയിം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ മോട്ടീവ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആയിരിക്കും. അപ്പൊ പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവർ എന്ത് ചെയ്യും, കൂടുതലായിട്ട് ആൾക്കാരെ കൊണ്ട് പണിയെടുപ്പിക്കും. മാസ് ആയിട്ട് പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാനും മാസ്സായിട്ട് ഇവരെ കൊണ്ട് എന്ത് ചെയ്യും, ഒത്തിരി നേരം, ഒത്തിരി അവേഴ്സ്, നോർമൽ വർക്കിംഗ് അവേഴ്സിനേക്കാൾ കൂടുതൽ സർപ്ലസ് ആയിട്ടുള്ള അവേഴ്സ് ഇവരെ കൊണ്ട് പണിയെടുപ്പിക്കും. അങ്ങനെ പണിയെടുപ്പിച്ച് ആ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് ഇവരെന്ത് ചെയ്തത്, ലേബറേഴ്സ് തിരിച്ച് എഗൻസ്റ്റ് ആയിട്ട്, ഇവർക്ക് എഗൻസ്റ്റ് ആയിട്ട്, ക്യാപിറ്റലിസ്റ്റ് അല്ലെങ്കിൽ ബോർഷ്വാസീസിന് എഗൻസ്റ്റ് ആയിട്ട് ഒരു റെവല്യൂഷൻ കൊണ്ടുവന്നത്. ഓക്കെ, അവിടെയാണ് ആൾക്കാര് പുതിയ സ്ട്രഗിൾസ് ഒക്കെ, അല്ലെങ്കിൽ ലേബറേഴ്സ് പുതിയ റെവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തത്. സോ ആൻസർ എന്ന് പറയുന്നത് മാസ് പ്രൊഡക്ഷൻ ആൻഡ് അക്യുമുലേഷൻ ഓഫ് ക്യാപിറ്റൽ ബൈ ദ ക്യാപിറ്റലിസ്റ്റ്. അതാണ് ആൾക്കാർ ഒരു റെവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള മേജർ, അവരെ ട്രിഗർ ചെയ്ത മേജർ റീസൺ എന്ന് പറയുന്നത്. അതായത് അവരെ കൂടുതൽ സമയം പണിയെടുപ്പിക്കുന്നു, ഒത്തിരി സമയം പണിയെടുപ്പിക്കുന്നു, അവർക്ക് അതിനനുസരിച്ചുള്ള വേജസ് ഒന്നും കിട്ടുന്നില്ല, അവരെ കൂടുതലായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു. ഇതൊക്കെയാണ് അവരെ ട്രിഗർ ചെയ്ത റീസൺസ്. Which specialized field of sociology deals with the consensual nature of society? So ഇതൊന്നും നിങ്ങൾക്ക് CUET-യിൽ ഇല്ലായിരുന്നു. ഇതൊക്കെ കുറച്ച് UGC നെറ്റിന്റെ ഒരു പാറ്റേൺ, കുറച്ച് UGC നെറ്റിലൊക്കെ ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഇത്. സോ കൺസെൻഷ്വൽ നേച്ചർ ഓഫ് സൊസൈറ്റി എന്താണ്? കൺസെൻഷ്വൽ നേച്ചർ എന്ന് പറയുന്നത്, അതായത് ഇപ്പൊ നമ്മൾ ഒരു ഗ്രൂപ്പിൽ ഇരിക്കുമ്പം എല്ലാവരുടെയും എഗ്രിമെന്റ്, അല്ലെങ്കിൽ എല്ലാ ആൾക്കാരും ഒരുമിച്ച് കൂടുന്ന ആ ഒരു ഒത്തൊരുമയുടെ ആ ഒരു രീതിയാണ് നമ്മൾ കൺസെൻഷ്വൽ നേച്ചർ എന്ന് പറയുന്നത്. സോ ആ ഒരു സൊസൈറ്റിയുടെ ആ ഒരു നേച്ചറിനെ കുറിച്ച് പഠിക്കുന്ന സോഷ്യോളജിയുടെ ഒരു ഫീൽഡിനെ കുറിച്ചാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അത് സോഷ്യൽ സ്റ്റാറ്റിക്സ് ആണോ, ഡൈനാമൈറ്റ് ആണോ, സ്റ്റാറ്റിസ്റ്റിക്സ് ആണോ, ഡൈനാമിക്സ് ആണോ? സോ ഇത് നിങ്ങൾക്ക് അറിയാൻ വഴിയില്ല. സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് സോഷ്യൽ സ്റ്റാറ്റിക്സ് ആണ്. സോ ഇവിടെ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനും കൂടെ ഉള്ള ആൻസർ കിട്ടി. സോഷ്യൽ സ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത് അഗസ്റ്റ് കോംറ്റെ പറഞ്ഞ ഒരു ടേം ആണ്. സോഷ്യൽ സ്റ്റാറ്റിക്, അഗസ്റ്റ് കോംറ്റെ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു ടേം ആണ് സോഷ്യൽ സ്റ്റാറ്റിക്സ്. സോ സോഷ്യൽ സ്റ്റാറ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൊസൈറ്റിയുടെ സ്റ്റെബിലിറ്റിയും സൊസൈറ്റിയുടെ സോഷ്യൽ ഓർഡറും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി കൊണ്ടുവന്ന ഒരു ബ്രാഞ്ച് ഓഫ് സോഷ്യോളജിയാണ് എന്തെന്ന് പറയുന്നത്, സോഷ്യൽ സ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. അടുത്ത ഡൈനാമിക്സ് അങ്ങനെ ഒരു ഇതില്ല. പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾക്ക് അറിയാം അല്ലേ? സോഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണ്? നമ്മളിപ്പോ ഒരു ഡേറ്റ കളക്ട് ചെയ്തു, റിസർച്ചിൽ ഡേറ്റ കളക്ട് ചെയ്തു, ആ കളക്ട് ചെയ്ത ഡേറ്റ നമ്മൾ അനലൈസ് ചെയ്യുന്നത് ഒരു ഏതിനെ ബേസ് ചെയ്തിട്ടാണ്? സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസിനെ ബേസ് ചെയ്തിട്ടാണ്. ആ ഒരു ബ്രാഞ്ച് ഓഫ് സോഷ്യോളജിയാണ് നമ്മൾ സോഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ആൻഡ് സോഷ്യൽ ഡൈനാമിക്സ് എന്ന് വെച്ചാൽ എന്താണ്? സൊസൈറ്റി ഇവോൾവ് ചെയ്യുന്നതും ആൻഡ് സൊസൈറ്റിയുടെ എവല്യൂഷൻ ഓവർ ടൈമിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സോഷ്യൽ ഡൈനാമിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ എല്ലാ ഓപ്ഷൻസും? സോ കൺസെൻഷ്വൽ നേച്ചർ, കൺസെൻഷ്വൽ എന്ന് വെച്ചാൽ എല്ലാവരുടെയും ഒത്തൊരുമ, സ്റ്റെബിലിറ്റി തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ സോഷ്യൽ സ്റ്റെബിലിറ്റി എന്നോ സോഷ്യൽ ഓർഡർ എന്നോ കണ്ടാലും അത് ഏത് ഫീൽഡാണ്? സോഷ്യൽ സ്റ്റാറ്റിക്സ് ആണ്.
അത് അടുത്ത ഓപ്ഷനിൽ കൂടുതൽ എവല്യൂഷനെ കുറിച്ചോ സൊസൈറ്റി എത്ര വർഷത്തിൽ എങ്ങനെ എവോൾവ് ചെയ്തു എന്നുള്ളത് ചോദ്യങ്ങൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ആൻസർ സോഷ്യൽ ഡൈനാമിക്സ് ആണ്. ഹു ഈസ് ദ ഓഥർ ഓഫ് ദ ബുക്ക് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ? സോ ഇത് നമ്മൾ എപ്പോഴും പറയുന്നതാണ് അല്ലെ. സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നതും ആ ഒരു ബുക്കിന്റെ ഓഥറും ആരാണ്? C.W. മിൽസ് അല്ലെങ്കിൽ C. റൈറ്റ് മിൽസ് ആണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത്. 1959 ആ ഒരു ബുക്ക് എഴുതിയത്. സോ അതും ഇമ്പോർട്ടന്റ് ആണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ബുക്കിന്റെ ഇയർ ഓഫ് പബ്ലിക്കേഷനും ചോദിക്കാം. 1959 C. റൈറ്റ് മിൽസ് എഴുതിയ ബുക്കാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. അദ്ദേഹം കൊണ്ടുവന്നൊരു കൺസെപ്റ്റ് ആണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. The term social Darwinism is associated with which thinker? അത് നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന കാര്യമാണ് അല്ലെ. സോഷ്യൽ ഡാർവിനിസം. സോഷ്യൽ ഡാർവിൻ എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ചാൾസ് ഡാർവിൻ എവിടെയുള്ളത്? നാച്ചുറൽ സയൻസിലാണല്ലോ അതല്ലേ, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് പറയുന്നത്. അപ്പം ആ ഒരു ചാൾസ് ഡാർവിന്റെ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റിനെ എടുത്ത് നമ്മുടെ സോഷ്യോളജിയിൽ അപ്ലൈ ചെയ്ത് പറഞ്ഞത് ആരാണ്? ഹെർബർട്ട് സ്പെൻസർ ആണ് അല്ലെ. ഹെർബർട്ട് സ്പെൻസർ ആണ് അങ്ങനെ പറഞ്ഞത്. ഹെർബർട്ട് സ്പെൻസർ എന്താണ് പറഞ്ഞത്? നാച്ചുറൽ സയൻസിൽ പറയുന്ന പോലെ തന്നെ ഇവിടെ നമ്മുടെ സോഷ്യൽ കോണ്ടെക്സ്റ്റിൽ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റിനെ കുറിച്ച് പറഞ്ഞതാണ് സോഷ്യൽ ഡാർവിനിസം അല്ലെങ്കിൽ ഹെർബർട്ട് സ്പെൻസർ പറഞ്ഞത്. അതായത് ഹെർബർട്ട് സ്പെൻസർ നമ്മുടെ സൊസൈറ്റിയെ ഒരു ലിവിങ് ഓർഗാനിസവുമായിട്ടാണ് കമ്പയർ ചെയ്തത്. ലിവിങ് ഓർഗാനിസത്തിന് എന്തൊക്കെ പാർട്ടുകളുണ്ട്? ഒത്തിരി പാർട്ടുകളുണ്ട് അല്ലെ. നെർവസ് സിസ്റ്റം, ഡൈജസ്റ്റീവ് സിസ്റ്റം, റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, സർക്കുലേറ്ററി സിസ്റ്റം, അങ്ങനെ ഒത്തിരി സിസ്റ്റം ഉണ്ട്. ഈ സിസ്റ്റംസ് എല്ലാം ഒരുമിച്ച് നല്ലപോലെ പ്രോപ്പർലി ഫങ്ഷൻ ചെയ്താലേ ആ ഒരു ലിവിങ് ഓർഗാനിസത്തിന് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ സൊസൈറ്റിക്ക് ഒത്തിരി പാർട്സുകളും ഒത്തിരി ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉണ്ട് അല്ലെ. ഫാമിലി, മാരേജ്, ഗവൺമെന്റ്, ലോ, ഇങ്ങനെ ഒത്തിരി ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഈ എല്ലാ സ്ട്രക്ചേഴ്സും ഒരുമിച്ച് നല്ലപോലെ പെർഫോം ചെയ്താൽ മാത്രമേ അല്ലെങ്കിൽ ഫങ്ഷൻ ചെയ്താൽ മാത്രമേ സൊസൈറ്റി ആസ് എ ഹോളിനൊരു സ്റ്റെബിലിറ്റി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഏതെങ്കിലും ഒരു പാർട്ടിന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ട്രക്ചറിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് സൊസൈറ്റിയെ ആസ് എ ഹോൾ, സൊസൈറ്റിയെ ഫുള്ളായിട്ട് അത് എന്ത് ചെയ്യും? ബാധിക്കുമെന്നാണ് ഹെർബർട്ട് സ്പെൻസർ പറഞ്ഞിരിക്കുന്നത്. സോ ചാൾസ് ഡാർവിന്റെ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന നാച്ചുറൽ സയൻസിലെ തിയറി എടുത്ത് സോഷ്യോളജിയിലേക്ക് അല്ലെങ്കിൽ സോഷ്യൽ സയൻസിന്റെ കോണ്ടെക്സ്റ്റിലേക്ക് അപ്ലൈ ചെയ്തത് ഹെർബർട്ട് സ്പെൻസർ ആണ്. അതുകൊണ്ട് തന്നെ ഹെർബർട്ട് സ്പെൻസറെയാണ് നമ്മൾ സോഷ്യൽ ഡാർവിൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ. Who gave the little community and great community concept? സോ അതും നമ്മൾ ഒത്തിരി തവണ നമ്മുടെ CUT ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ആരാണ് ലിറ്റിൽ കമ്മ്യൂണിറ്റി ആൻഡ് ഗ്രേറ്റ് കമ്മ്യൂണിറ്റി കൊണ്ടുവന്നത്? എന്താണ് ലിറ്റിൽ കമ്മ്യൂണിറ്റിയും ഗ്രേറ്റ് കമ്മ്യൂണിറ്റിയും കൊണ്ടുവന്നത്? നമ്മുടെ റോബർട്ട് റെഡ്ഫീൽഡ് ആണ്. ലിറ്റിൽ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ പേരിൽ തന്നെ നമുക്ക് പറയുന്നത് സ്മോൾ സൊസൈറ്റി അല്ലെങ്കിൽ കൂടുതൽ നമുക്ക് ട്രഡീഷണൽ സൊസൈറ്റി അല്ലെങ്കിൽ റൂറൽ സൊസൈറ്റികളെയൊക്കെ നമുക്ക് ലിറ്റിൽ കമ്മ്യൂണിറ്റി എന്ന് വിളിക്കാം. ആൻഡ് ലാർജർ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ മെട്രോപൊളിറ്റൻ സിറ്റീസ് അല്ലെങ്കിൽ അർബൻ കമ്മ്യൂണിറ്റിയൊക്കെ നമുക്ക് ഗ്രേറ്റർ കമ്മ്യൂണിറ്റി എന്ന് വിളിക്കാം അല്ലെ. സോ ലിറ്റിൽ ട്രഡീഷൻ അല്ലെങ്കിൽ ലിറ്റിൽ കമ്മ്യൂണിറ്റി ആൻഡ് ഗ്രേറ്റ് കമ്മ്യൂണിറ്റി ഇങ്ങനെയുള്ള ടേംസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് റോബർട്ട് റെഡ്ഫീൽഡ് ആണ്. ഓക്കെ. Sociology as an interpretative understanding of society and is associated with the works of. So ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഞാൻ ഒത്തിരി തവണ നിങ്ങൾക്ക് എക്സാമിന് CUT എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞതാണ്, ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഇന്റർപ്രറ്റേറ്റീവ് എന്ന് പറയുന്ന വാക്ക് കണ്ടു കഴിഞ്ഞാൽ അത് ആരുമായിട്ട് റിലേറ്റ് ചെയ്യണം എന്നാ പറഞ്ഞിട്ടുള്ളത്? അത് മാക്സ് വെബറുമായിട്ട് റിലേറ്റ് ചെയ്യണം. ഇന്റർപ്രറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ മാക്സ് വെബറും സബ്ജക്റ്റീവ് അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയുമ്പോൾ എമിൽ ഡർക്കീമും ആണ്. ആൻഡ് ഇന്റർപ്രിറ്റേറ്റീവ് അണ്ടർസ്റ്റാൻഡിംഗ് പറയുന്ന വേറൊരു പേരാണ് വെർസ്റ്റെഹൻ. വെർസ്റ്റെഹൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് മാക്സ് വെബർ ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സോഷ്യൽ ആക്ഷൻസിനെയൊക്കെ മീനിങ്ഫുള്ളി അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ. എന്താണ് സോഷ്യൽ ആക്ഷൻ എന്നുള്ളത് നമ്മൾ മാക്സ് വെബറിന്റെ കൺസെപ്റ്റ് പറയുമ്പോൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഞാൻ ഒത്തിരി തവണ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ് നിങ്ങളുടെ ക്ലാസ്സിലും അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യുമ്പോഴും. സോ വെർസ്റ്റെഹൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് അല്ലെങ്കിൽ ഇന്റർപ്രിറ്റേറ്റീവ് അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ സോഷ്യൽ ആക്ഷൻ ഇങ്ങനെയൊക്കെയുള്ള വേർഡ്സ് ക്വസ്റ്റ്യനിൽ കണ്ടു കഴിഞ്ഞാൽ അത് ആരുമായിട്ട് റിലേറ്റഡ് ആണ്? മാക്സ് വെബറുമായിട്ട് റിലേറ്റഡ് ആണ്. സബ്ജക്റ്റീവ് അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ സൂയിസൈഡ് അല്ലെങ്കിൽ സോഷ്യൽ ഫാക്ടുകൾ അല്ലെങ്കിൽ സൂയി ജനറസ് ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ക്വസ്റ്റ്യനിൽ കണ്ടു കഴിഞ്ഞാൽ അത് ആരുമായിട്ട് റിലേറ്റഡ് ആണ്? എമിൽ ഡർക്കീമുമായിട്ട് റിലേറ്റഡ് ആണ്. ഓക്കെ.
According to Emil Durkheim, suicide is related to the nature and degree of. So നമ്മൾ എമിൽ ഡർക്കീമിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സൂയിസൈഡ്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അല്ലെ. അനോമിക് സൂയിസൈഡ്, അൾട്രൂയിസ്റ്റിക് സൂയിസൈഡ്, ഈഗോയിസ്റ്റിക് സൂയിസൈഡ് ആൻഡ് ഫേറ്റലിസ്റ്റിക് സൂയിസൈഡ്. സോ ഇത് നാലും നമ്മൾ എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? സൊസൈറ്റി നമ്മുടെ ലൈഫിലേക്ക് കൂടുതലായിട്ട് റെഗുലേറ്റ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ സൊസൈറ്റി നമ്മുടെ ലൈഫിലേക്ക് കൂടുതലായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴും ഒക്കെയാണ് നമ്മുടെ ആ ഒരു സൂയിസൈഡിനെ കുറിച്ച് ആര് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്? എമിൽ ഡർക്കീം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് അല്ലെ. സോഷ്യൽ റെഗുലേഷൻ ആൻഡ് സോഷ്യൽ ഇന്റഗ്രേഷന്റെ ലെവൽ അനുസരിച്ച്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ അൾട്രൂയിസ്റ്റിക് സൂയിസൈഡ് എടുത്തു കഴിഞ്ഞാൽ, അൾട്രൂയിസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ടൈപ്പ് ഓഫ് എക്സസീവ് ആയിട്ട് സൊസൈറ്റിയിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ അൾട്രൂയിസ്റ്റിക് സൂയിസൈഡ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ സാക്രിഫൈസ് ചെയ്യുന്നത്, ഇപ്പൊ ആർമി പേഴ്സൺസ് ഒക്കെ അവര് എക്സസീവ്ലി സൊസൈറ്റിയിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് അതുവഴി ഉണ്ടാകുന്ന ആ ഒരു മരണത്തെയാണ് നമ്മൾ അൾട്രൂയിസ്റ്റിക് സൂയിസൈഡ് എന്ന് പറയുന്നത്. സോ 4 ടൈപ്പ് ഓഫ് സൂയിസൈഡും സൊസൈറ്റി നമ്മുടെ ലൈഫിനെ എങ്ങനെ മാത്രം റെഗുലേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ എത്രമാത്രം സൊസൈറ്റി നമ്മുടെ ലൈഫിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുന്നു, ആ ഒരു ഡിഗ്രിയുടെ വേരിയേഷൻസ് അനുസരിച്ചിട്ടാണ് 4 ടൈപ്പ് ഓഫ് സൂയിസൈഡിനെ കുറിച്ച് നമ്മുടെ എമിൽ ഡർക്കീം അദ്ദേഹത്തിന്റെ സൂയിസൈഡ് എന്ന് പറയുന്ന ബുക്കിൽ പറഞ്ഞിട്ടുള്ളത്. സോ സൂയിസൈഡ് എന്ന ബുക്ക് എഴുതിയത് എമിൽ ഡർക്കീം ആണ്. Adoption of new traits or patterns as a result of contact with another culture is called. So ഇവിടെ തന്നെ ക്വസ്റ്റ്യനിൽ എന്തുണ്ട്? വേറൊരു കൾച്ചറുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് അതിന്റെ പുതിയ പാറ്റേൺസും ട്രേറ്റുകളൊക്കെ ഒക്കെ എടുക്കുന്നതിനെ നമ്മൾ എന്താണ് പറയുന്നതാണ്? സോ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടതാണോ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്? സോഷ്യലൈസേഷൻ എന്ന് പറയുമ്പോൾ കൾച്ചറുമായിട്ട് മാത്രം ബന്ധപ്പെട്ടത് അല്ലല്ലേ. നമ്മളിപ്പോ ഒരു സൊസൈറ്റിയുടെ വാല്യൂസും പ്രിൻസിപ്പിൾസും എല്ലാം ഒരു കുട്ടി പഠിച്ചെടുക്കുന്നതിനെയാണ് നമ്മൾ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ആൻഡ് സോഷ്യൽ കൺട്രോൾ എന്ന് വെച്ചാൽ എന്താണ്? അതും കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടതല്ല അല്ലെ. സൊസൈറ്റിയെ നമ്മൾ പല രീതിയിലും, അതായത് നമ്മൾ ക്രൈമിലേക്കോ ഒന്നും ഡീവിയേറ്റ് ചെയ്ത് പോവാണ്ട് ഒരു കൺട്രോളിൽ നമ്മൾ സൊസൈറ്റിയിൽ ജീവിക്കുന്നതിന്, അതിനുവേണ്ടി നമുക്ക് ഫാമിലി ഉണ്ട്, സ്കൂൾസ് ഉണ്ട്, ലോ ഉണ്ട്, ഗവൺമെന്റ് ഉണ്ട് അല്ലെ. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത്. ഇനി അക്കോമഡേഷൻ ആൻഡ് അക്കൾച്ചറേഷൻ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇതില് പുതിയ ട്രേറ്റുകൾ അല്ലെങ്കിൽ വേറൊരു കൾച്ചറുമായിട്ട് ഇടപെട്ടതിന് ശേഷം ഇവര് ആ കൾച്ചറിന്റെ പുതിയ ട്രേറ്റുകളോ അല്ലെങ്കിൽ ആ കൾച്ചറിന്റെ പുതിയ രീതികളെയോ എന്ത് ചെയ്യും? അഡാപ്റ്റ് ചെയ്യും. അതിനെ നമ്മൾ എന്താണ് പറയുന്നത്? അഡാപ്റ്റ് ചെയ്യും അല്ലെങ്കിൽ അഡോപ്റ്റ് ചെയ്യും. അതിനെ നമ്മൾ എന്ത് പേരിട്ടാണ് വിളിക്കുന്നത്? അതിനെ നമ്മൾ അക്കൾച്ചറേഷൻ എന്നാണ് വിളിക്കുന്നത്. അതായത് ഇപ്പൊ രണ്ട് കൾച്ചേഴ്സ് തമ്മിൽ കോണ്ടാക്റ്റിൽ വരികയാണ്. അപ്പോ കൂടുതലും ഡോമിനന്റ് ആയിട്ടുള്ള ഒരു കൾച്ചറിന്റെ രീതികൾ കുറച്ച് വീക്കർ ആയിട്ടുള്ള കൾച്ചർ എന്ത് ചെയ്യും? അഡോപ്റ്റ് ചെയ്യും. അതിനെയാണ് നമ്മൾ അക്കൾച്ചറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. സോ അക്കൾച്ചറേഷൻ എന്ന് പറയുന്നത് നമ്മുടെ പുതിയ കൾച്ചറിനെ അഡോപ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ അക്കൾച്ചറേഷൻ എന്ന് പറയുന്നത്. എന്താണ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്? അക്കോമഡേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുമിച്ച് രണ്ട് കൾച്ചറിനെ എന്ത് ചെയ്യുന്നതിനെയാണ്? അതായത് പുതിയൊരു കാര്യത്തെ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്, പ്ലസ് നമ്മുടെ കൾച്ചറിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഫോളോ ചെയ്യുന്നുണ്ട്. അതായത് പുതിയ കൾച്ചറിനെ കൂടെ നമ്മൾ അക്കോമഡേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ അക്കോമഡേഷൻ എന്ന് പറയുന്നത്. ഇതാണെങ്കിലോ, അക്കൾച്ചറേഷൻ ആണെങ്കിലോ, നമ്മൾ ഡയറക്റ്റ് കോണ്ടാക്ട് വന്നിട്ട് വേറൊരു കൾച്ചറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? കംപ്ലീറ്റ്ലി അതിന്റെ പുതിയ ട്രേറ്റുകളും പാറ്റേണും ഒക്കെ നമ്മൾ കംപ്ലീറ്റ്ലി അഡാപ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അഡോപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതിനെയാണ് നമ്മൾ അക്കൾച്ചറേഷൻ എന്ന് പറയുന്നത്. അതാണ് രണ്ടും തമ്മിലുള്ള ഒരു ഡിഫറൻസ്. ഹു കോയിൻ ദ ടേം കൾച്ചറൽ ലാഗ്? ഇത് നമ്മൾ ഒത്തിരി തവണ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. കൾച്ചറൽ ലാഗ് എന്താണ്? കൾച്ചറൽ ലാഗ് എന്ന് പറയുന്നത് മെയിൻലി കൾച്ചർ എന്ന് പറയുന്ന രണ്ട് ടൈപ്പ് ഓഫ് കൾച്ചർ ഉണ്ട്. മെറ്റീരിയലിസ്റ്റിക്കും ഉണ്ട്, നോൺ മെറ്റീരിയലിസ്റ്റിക്കും ഉണ്ട്. മെറ്റീരിയലിസ്റ്റിക് എന്ന് വെച്ചാൽ എന്താണ്? നമ്മളിപ്പോ ഒരു കൾച്ചറിനെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, അതായത് ചില കൾച്ചർ എടുത്തു കഴിഞ്ഞാൽ അവരുടെ ഡ്രസ്സിങ് സ്റ്റൈൽ അല്ലെങ്കിൽ അവരുടെ ഫുഡ് അല്ലെങ്കിൽ അവരുടെ ഫെസ്റ്റിവൽസിന് അവർ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ എന്തായിരിക്കും? ഓരോന്നും പ്രത്യേക തരത്തിലുള്ള രീതിയായിരിക്കും. അപ്പൊ ഓരോ കൾച്ചേഴ്സ് അനുസരിച്ച് ഇതൊക്കെ എന്ത് ചെയ്യും? ഡിഫറൻസ് ഉണ്ടാവും. ആൻഡ് നോൺ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ എന്താണ്? ഓരോ കൾച്ചേഴ്സും ഫോളോ ചെയ്യുന്ന അവരുടെ റിച്വൽസ്, ബിലീഫുകള്, പ്രാക്ടീസസ്, ഇതൊക്കെയാണ് നമുക്ക് നോൺ മെറ്റീരിയൽ കൾച്ചർ എന്ന് പറയാൻ പറ്റുന്നത്. ആൻഡ് ഇത് രണ്ടും തമ്മിലുള്ള ഒരു ഡിഫറൻസ് വരുമ്പോഴാണ് നമുക്ക് അതിനെ കൾച്ചറൽ ലാഗ് എന്ന് വിളിക്കാനായിട്ട് പറ്റുന്നത്. സോ ഡിഫറൻസ് ബിറ്റ്വീൻ മെറ്റീരിയൽ ആൻഡ് നോൺ മെറ്റീരിയൽ കൾച്ചർ. ഒന്ന് ഡെവലപ്പ് ചെയ്യും, മറ്റത് എന്ത് ചെയ്യില്ല? ഡെവലപ്പ് ചെയ്യില്ല. സോ അവിടെ ഒരു
ലാഗ് അല്ലെങ്കിൽ ഡിഫറൻസ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ കൾച്ചറൽ ലാഗ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ആ ഒരു ടേം കോയിൻ ചെയ്തത് EB ടൈലറാണ്. സോറി, ഇതൊരു മിസ്റ്റേക്ക് വെച്ചതാണ്. ഇത് ഒക്ബേൺ ആൻഡ് നിംകോഫ് അല്ല, EB ടൈലർ ആണ് കേട്ടോ. A ആണ് ആൻസർ. EB ടൈലർ ആണ് ആൻസർ. ഇൻഡക്റ്റീവ് റിസർച്ച് ഇസ് വൺ ദാറ്റ്. സോ നമ്മൾ ഇതിനു മുന്നേ റിസർച്ച് പഠിച്ചപ്പോൾ മെയിൻലി ഇൻഡക്റ്റീവ് റിസർച്ചും ഉണ്ട്, ഡിഡക്റ്റീവ് റിസർച്ചും ഉണ്ട് അല്ലെ. അതിൽ ഇൻഡക്റ്റീവ് റിസർച്ച് എന്ന് വെച്ചാൽ എന്താണ്? ഇൻഡക്റ്റീവ് റിസർച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഡേറ്റ കളക്ട് ചെയ്തിട്ട് ആ സ്പെസിഫിക് ഡേറ്റയിൽ നിന്നും ഒരു ജനറൽ ആയിട്ടുള്ള കൺക്ലൂഷൻ ഉണ്ടായിരിക്കും. സ്പെസിഫിക് ടു ജനറൽ എന്നാണ് അതിനെ പറയുന്നത്. അല്ലെങ്കിൽ അതിന് നമുക്ക് ബോട്ടം അപ്പ് എന്ന് പറയാനായിട്ട് പറ്റും. ഒരു സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്തു, സ്പെസിഫിക് ആയിട്ടുള്ള ഡേറ്റ കളക്ട് ചെയ്തു. ആ കളക്ട് ചെയ്ത ഡേറ്റ വെച്ച് നമ്മൾ ജനറൽ ആയിട്ട് ഒരു കൺക്ലൂഷൻ അല്ലെങ്കിൽ ജനറൽ ആയിട്ട് ഒരു തിയറി ഡെവലപ്പ് ചെയ്യും. അതിനെയാണ് നമ്മൾ ഇൻഡക്റ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. സ്പെസിഫിക് ടു ജനറൽ, സ്പെസിഫിക് ടു ജനറൽ എന്നുള്ളതാണ് ഇൻഡക്റ്റീവ് റിസർച്ച്. ഓക്കെ, സോ ഇൻഡക്റ്റീവ് റിസർച്ച് സ്പെസിഫിക് ടു ജനറൽ ആണ്. ആൻഡ് അതെന്താണ്? പുതിയ എന്താണ് അവിടെ എമർജ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പുതിയ എന്താണ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നത്? പുതിയ തിയറിയാണ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. ഒരു ഡേറ്റ നമ്മൾ കളക്ട് ചെയ്തു, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഡേറ്റ കളക്ട് ചെയ്തിട്ട് ആ സ്പെസിഫിക് ഡേറ്റയിൽ നിന്ന് നമ്മൾ ജനറൽ ആയിട്ട് ഒരു കൺക്ലൂഷൻ അല്ലെങ്കിൽ ജനറൽ ആയിട്ടൊരു തിയറിയാണ് നമ്മൾ അവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. സോ ആൻസർ അലൗസ് തിയറി ടു എമർജ് ഔട്ട് ഓഫ് ദി ഡേറ്റ. സോ സ്പെസിഫിക് ടു ജനറൽ എപ്പോഴും ഓർത്തിരിക്കുക, അതാണ് ഇൻഡക്റ്റീവ്. തിരിച്ച് ജനറൽ ടു സ്പെസിഫിക് ആണെങ്കിൽ അത് ഡിഡക്റ്റീവ്. Which of the following is not a criticism of qualitative research? എന്താണ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്? ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂഷ്വലി ഒരു ഫിനോമിനയെ കുറിച്ച് നമ്പർ അല്ലെ, നമ്പറിന്റെ അടിസ്ഥാനത്തിലല്ല. ഇപ്പൊ നമ്മൾ ഒരു മനുഷ്യനോട് സംസാരിക്കുകയാണ്, അയാളുടെ ഫീലിങ്സോ അല്ലെങ്കിൽ അയാൾ കടന്നു പോയിട്ടുള്ള ട്രോമാസോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതുന്നതിനെയാണ് നമ്മൾ ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത് അല്ലെ. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പം സുനാമി വിക്ടിംസിന്റെ അടുത്ത് പോയിട്ട് അവരനുഭവിച്ച കഷ്ടപ്പാടുകളൊക്കെ നമുക്ക് അവരുടെ അടുത്ത് നമ്പർ സ്കെയിലിൽ ഒരു ക്വസ്റ്റിനെയർ കൊടുത്തിട്ട് ഈ സ്കെയിലിൽ നിങ്ങളുടെ വിഷമം റേറ്റ് ചെയ്യൂ എന്നൊക്കെ പറയാൻ നമുക്ക് പറ്റില്ല അല്ലെ. നമ്മൾ അവരുടെ അടുത്ത് പോയി ഒരു ഇന്റർവ്യൂ പോലെ സംസാരിച്ച് അങ്ങനെ നമ്മൾ ഒരു റാപ്പോ ബിൽഡ് ചെയ്ത് അവരുടെ ഉള്ളിലുള്ള ട്രോമയോ അല്ലെങ്കിൽ അവരുടെ വിഷമങ്ങളോ ഷെയർ ചെയ്തെടുക്കും. അതിനാണ് നമ്മൾ ക്വാളിറ്റേറ്റീവ് ഡേറ്റ എന്ന് പറയുന്നത്. ഇതില് ക്വാളിറ്റേറ്റീവ് ഡേറ്റയുടെ ക്രിറ്റിസിസം അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് ടു റിജിഡ് ആൻഡ് ഇൻഫ്ലെക്സിബിൾ ആണോ, അല്ലെങ്കിൽ നോ പ്രോപ്പർ തിയററ്റിക്കൽ ബേസ് എന്നുള്ളതാണോ, ഡിഫിക്കൽട്ട് ടു റെപ്ലിക്കേറ്റ് എന്നുള്ളതാണോ, അല്ലെങ്കിൽ സബ്ജക്റ്റീവ് ആൻഡ് ഇംപ്രഷനിസ്റ്റിക് എന്നാണോ? അതില് ലാസ്റ്റത്തെ സബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അത് എപ്പോഴും ക്വാളിറ്റേറ്റീവ് റിസർച്ചിന്റെ ഒരു ക്രിറ്റിസിസം തന്നെയാണ്. അതായത് സബ്ജക്റ്റീവ് ആണ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ആളുടെ വിഷമം അല്ലെങ്കിൽ അയാളുടെ ട്രോമയാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. ഒരു ഇന്റർവ്യൂ വഴി അയാളുമായിട്ട് നമ്മൾ അത് മനസ്സിലാക്കുകയാണ്. അത് വളരെ സബ്ജക്റ്റീവ് ആണ് അല്ലെ. ചിലപ്പോൾ നമ്മുടെ കാര്യങ്ങളും നമ്മുടെ വിഷമങ്ങളും ഒക്കെ അതിൽ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ആയി പോകും. നേരെ മറിച്ച് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ ആണ്. ഒരാളോട് സ്കെയിൽ ഇത്ര ഇതിൽ നിങ്ങൾക്ക് എത്രമാത്രം നിങ്ങൾ അതിനോട് എഗ്രി ചെയ്യുന്നു അല്ലെങ്കിൽ ഡിസഗ്രി ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എത്രമാത്രം അതിനെ പുവർ ആയിട്ട് റേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ എക്സലന്റ് ആയിട്ട് റേറ്റ് ചെയ്യുന്നു, ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിൽ അതിനൊരു ഒറ്റ ഉത്തരവേ ഉള്ളൂ. അത് നമുക്ക് അനലൈസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അതിൽ നമ്മുടെ യാതൊരു തരത്തിലുള്ള ഇൻവോൾവ്മെന്റും ഇല്ല. പക്ഷെ ക്വാളിറ്റേറ്റീവ് ഡേറ്റ എടുക്കുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഇന്റർവ്യൂവിൽ നമ്മൾ മുഴുകിയിരിക്കുകയാണ്. അപ്പം ചിലപ്പോൾ നമ്മുടെ ആ ഒരു ഒപ്പീനിയൻസോ കാര്യങ്ങളൊക്കെ അങ്ങനെ ആവാൻ പാടില്ല. നമ്മൾ റിസർച്ചർ ഒരിക്കലും നമ്മുടെ ഒപ്പീനിയൻസ് റിസർച്ചിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. പക്ഷെ സം കേസസ് ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ സബ്ജക്റ്റീവ് ആവാറുണ്ട്. സോ അതൊരു ക്രിറ്റിസിസം ആണ്. ആൻഡ് ഡിഫിക്കൽട്ട് ടു റെപ്ലിക്കേറ്റ്, അതും എന്താണ്? സത്യമാണ്. അതായത് ഞാൻ പോയി ഒരു സുനാമി വിക്ടിമിന്റെ അടുത്ത് പോയി സംസാരിച്ച് അയാൾ എന്നോട് പറഞ്ഞു തന്ന ആ ഒരു അതേ സെയിം സാധനം തന്നെ നിങ്ങൾ ആരെങ്കിലും പോയി സംസാരിക്കുമ്പോൾ അതേ സെയിം സാധനം തന്നെ കിട്ടണം എന്നില്ല അല്ലെ. ആ സെയിം ഒരു എഫക്റ്റില് അല്ലെങ്കിൽ അയാൾ പറഞ്ഞ ആ സെയിം കാര്യങ്ങൾ തന്നെ പിന്നെയും പറയണം എന്നില്ല. സോ അത് ഒരാൾക്ക് വേറൊരാള് ഒരേ സെയിം സാധനം 2-3 ആൾക്കാർക്ക് റെപ്ലിക്കേറ്റ് ചെയ്യാൻ എന്താണ് ചാൻസസ് കുറവാണ്. സെയിം കാര്യങ്ങൾ നമുക്ക് ക്വാളിറ്റേറ്റീവ് ഡേറ്റ വെച്ച് റെപ്ലിക്കേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നോ പ്രോപ്പർ തിയററ്റിക്കൽ ബേസ്. സോ യൂഷ്വലി നമ്മൾ ക്വാളിറ്റേറ്റീവ് ഡേറ്റാസ് സ്റ്റാറ്റിസ്റ്റിക്കലി അനലൈസ് ചെയ്യാറുണ്ട്. ബട്ട് സ്റ്റിൽ കൂടുതലും എന്താണ് അവർ പറഞ്ഞ രീതികളെ നമ്മൾ ട്രാൻസ്ക്രൈബ് ചെയ്യാറാണ് പതിവ്. ഇപ്പം അവർ ഏത് ഭാഷയിലാണോ നമ്മളോട് സംസാരിച്ചത് അതിനെ നമ്മൾ ഓരോരോ തീമുകളായിട്ട് ഡിവൈഡ് ചെയ്ത് നമ്മൾ
ട്രാൻസ്ക്രൈബ് ചെയ്ത് നമ്മുടെ രീതിയിൽ നമ്മൾ എഴുതുകയാണ് ചെയ്യുന്നത്. സോ അതിനൊരു പ്രോപ്പർ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസോ തിയററ്റിക്കൽ ബേസോ നമ്മൾ കൂടുതലും എന്ത് ചെയ്യാറില്ല, പ്രൊവൈഡ് ചെയ്യാറില്ല. സോ ഇത് മൂന്നും ക്വാളിറ്റേറ്റീവ് റിസർച്ചിന്റെ ക്രിറ്റിസിസംസ് ആണ്. പക്ഷെ ക്രിറ്റിസിസംസ് അല്ലാത്തത് റിജിഡ് ആൻഡ് ഇൻഫ്ലെക്സിബിൾ എന്നുള്ളതാണ്. ഒരിക്കലും ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്തല്ല, റിജിഡും അല്ല ഇൻഫ്ലെക്സിബിളും അല്ല, വളരെ ഫ്ലെക്സിബിൾ ആണ്, വളരെ അഡാപ്റ്റീവ് ആണ്. അതായത് ബാക്കിയുള്ളവരുടെ ക്രിറ്റിസിസംസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ സജഷൻസ് ആയിക്കോട്ടെ, ഇതൊക്കെ നമുക്ക് ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള റിസർച്ചിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും. സോ റിജിഡ് ആൻഡ് ഇൻഫ്ലെക്സിബിൾ ഒരിക്കലും തന്നെ ക്വാളിറ്റേറ്റീവ് റിസർച്ചിന്റെ ഒരു ക്രിറ്റിസിസം അല്ല, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് അല്ല എന്നുള്ളതാണ്. The research that is conceived as a moment from the general to the particular. So നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, ജനറൽ ഇവിടെ പർട്ടിക്കുലർ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ പെർട്ടിക്കുലർ അല്ലെങ്കിൽ സ്പെസിഫിക് എന്ന് നമുക്ക് അതിൽ യൂസ് ചെയ്യാം. സോ നേരത്തെ നമ്മൾ പറഞ്ഞു ഇൻഡക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെസിഫിക് ടു ജനറൽ ആണ്, അല്ലെങ്കിൽ പെർട്ടിക്കുലർ ടു ജനറൽ ആണ്. അപ്പൊ അതിന്റെ തിരിച്ച് ജനറൽ ടു പെർട്ടിക്കുലർ അല്ലെങ്കിൽ ജനറൽ ടു സ്പെസിഫിക്, അതേത് റിസർച്ച് ആണ്? ഡിഡക്റ്റീവ് റിസർച്ച് ആണ്. ഓക്കെ, സോ അതിൽ ഏതെങ്കിലും ഒന്ന് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇൻഡക്റ്റീവ് റിസർച്ച് സ്പെസിഫിക് ടു ജനറൽ, അല്ലെങ്കിൽ സ്പെസിഫിക്കിന് പകരം ചിലപ്പോൾ പെർട്ടിക്കുലർ എന്ന വാക്കും യൂസ് ചെയ്യാറുണ്ട്. സോ സ്പെസിഫിക് ടു ജനറൽ അല്ലെങ്കിൽ പെർട്ടിക്കുലർ ടു ജനറൽ, ഇതാണ് ഇൻഡക്റ്റീവ് റിസർച്ച്. അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഡിഡക്റ്റീവ് റിസർച്ച്, ജനറൽ ടു സ്പെസിഫിക്. Choose the appropriate statement representing mechanical solidarity. So എന്താണ് മെക്കാനിക്കൽ സോളിഡാരിറ്റി? നമ്മുടെ എമിൽ ഡർക്കിയും രണ്ട് ടൈപ്പ് ഓഫ് സോളിഡാരിറ്റിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മെക്കാനിക്കൽ സോളിഡാരിറ്റിയും ഓർഗാനിക് സോളിഡാരിറ്റി. അതില് മെക്കാനിക്കൽ സോളിഡാരിറ്റി എന്ന് പറയുന്നത് ഏത് സൊസൈറ്റിയിൽ കാണപ്പെടുന്നതാണ്? ട്രഡീഷണൽ സൊസൈറ്റിയിൽ കാണപ്പെടുന്നതാണ്. അപ്പോ ബി എന്ന് പറയുന്ന ഓപ്ഷൻ തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായി. കൂടുതലും ട്രഡീഷണൽ സൊസൈറ്റിയിലാവുമ്പോൾ അവിടെ ഡിവിഷൻ ഓഫ് ലേബർ കുറവായിരിക്കും. കാരണം യൂഷ്വലി റൂറൽ സൊസൈറ്റീസിൽ ഡിവിഷൻ ഓഫ് ലേബർ കുറവാണ്. സോ ഓപ്ഷൻ സിയും തെറ്റാണ്. ഇനി എയും ഡിയും ഉണ്ട്. യൂഷ്വലി നമ്മൾ ട്രഡീഷണൽ സൊസൈറ്റി അല്ലെങ്കിൽ മെക്കാനിക്കൽ സോളിഡാരിറ്റി എടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളൊരു ട്രഡീഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ റൂറൽ ആയിട്ടുള്ള വില്ലേജ് ഏരിയാസിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെയുള്ള ആൾക്കാർക്ക് കൂടുതലും കളക്റ്റീവ് കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ അവരുടെ ഒരു വി ഫീലിംഗ്, ഒത്തൊരുമ വളരെ കൂടുതലായിരിക്കും അല്ലെ. മോഡേൺ സൊസൈറ്റി അല്ലെങ്കിൽ അർബൻ സൊസൈറ്റി അതെടുത്തു കഴിഞ്ഞാൽ മിക്ക ആൾക്കാർക്കും തമ്മിൽ അറിയത്ത് പോലും ഉണ്ടാവില്ല. ഒരു ഹെട്രോജീനിറ്റി ആയിരിക്കും അല്ലെ, ഹെട്രോജീനസ് പോപ്പുലേഷൻ ആയിരിക്കും. സോ അവിടെ കളക്റ്റീവ് കോൺഷ്യസ്നെസ് കുറവായിരിക്കും. അതിനെയാണ് നമ്മൾ ഓർഗാനിക് സോളിഡാരിറ്റി എന്ന് പറയുന്നത്. ട്രഡീഷണൽ സൊസൈറ്റിയിൽ വരുന്ന സോളിഡാരിറ്റി മെക്കാനിക്കലും, അർബൻ സൊസൈറ്റിയിൽ വരുന്നത് അല്ലെങ്കിൽ സിറ്റി ലൈഫിൽ വരുന്ന ടൈപ്പ് ഓഫ് സോളിഡാരിറ്റി ഓർഗാനിക് സോളിഡാരിറ്റിയുമാണ്. ഇത് രണ്ടും എമിൽ ഡർക്കിയുമാണ് കൊണ്ടുവന്നത്. ഓക്കെ, സോ മെക്കാനിക്കൽ സോളിഡാരിറ്റി എന്ന് പറയുമ്പോൾ ട്രഡീഷണൽ ആയിട്ടുള്ള സൊസൈറ്റി ആണ്. അവിടെ ഡിവിഷൻ ഓഫ് ലേബർ കുറവായിരിക്കും അല്ലെങ്കിൽ ലെസ് ഡെവലപ്ഡ് ആയിരിക്കും. അവിടെ കളക്റ്റീവ് കോൺഷ്യസ്നെസ് എന്തായിരിക്കും? വളരെ ഹൈ ആയിരിക്കും. ആൾക്കാരുടെ വി ഫീലിംഗ് അല്ലെങ്കിൽ ഒത്തൊരുമയാണ് നമ്മൾ ഈ കളക്റ്റീവ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. Dash is a process in which a person or a group of a certain culture adopt the values, norms and practices of other group while retaining their own culture. So അവരുടെ സ്വന്തം കൾച്ചർ റീറ്റെയിൻ ചെയ്തിട്ട് ബാക്കിയുള്ള, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലെ, സ്വന്തം കൾച്ചർ റീറ്റെയിൻ ചെയ്തിട്ട് എന്ത് ചെയ്യും? ബാക്കിയുള്ള പുതിയ കൾച്ചേഴ്സിനെയും കൂടെ അഡോപ്റ്റ് ചെയ്യും. അതേതാണ്? അക്കൾച്ചറേഷൻ ആണ്. അതായത് കൾച്ചറൽ എക്സ്ചേഞ്ച് ആണ് അവിടെ നടക്കുന്നത്. സോ കൾച്ചറൽ എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ഒരു വാക്ക് അവിടെ ക്വസ്റ്റ്യനിൽ കണ്ടാലും അക്കൾച്ചറേഷൻ ആണ്. Dash is a form of marriage in which one man marries more than one woman at a given time. ഇത് നമ്മൾ ഒത്തിരി തവണ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. മാരേജ്, ഫാമിലി, ഇതൊക്കെ അല്ലെ. ഇതിന്റെ ഒത്തിരി ടൈപ്പുകളുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ CUT എക്സാമിന് വേണ്ടിയിട്ട് പഠിച്ചിട്ടുള്ളതാണ്. ഒരു മാൻ മോർ ദാൻ വൺ വിമനെ മാരി ചെയ്യുന്നതിനെ നമ്മൾ എന്തെന്നാ വിളിക്കുന്നത്? പോളിഗൈനിയാണ്. ഗൈനിയാണ് ഒരു മാൻ മോർ ദാൻ വൺ വിമനെ അറ്റ് എ ടൈം മാരി ചെയ്യുന്നത്. പോളി ആൻഡ്രി എന്താണ്? ഒരു വിമൺ, ഒരു ഫീമെയില് മോർ ദാൻ വൺ മെയിലിനെ അറ്റ് എ ഗിവൺ ടൈം വിവാഹം കഴിക്കുന്നതിനാണ് നമ്മൾ പോളി ആൻഡ്രി എന്ന് പറയുന്നത്. എന്താണ് പോളിഗാമി? ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വരുന്ന ഇതിനെയാണ് നമ്മൾ പോളിഗാമി എന്ന് പറയുന്നത്. അതായത്
പോളിഗാമിയുടെ 2 ടൈപ്പുകളാണ് പോളി ആൻഡ്രിയും പോളിഗൈനിയും. ഒരു ആൾക്ക് അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡ് ഓർ വൈഫിന് മോർ ദാൻ 1 പാർട്ട്ണർ ഉള്ള പ്രോസസ്സിനെയാണ് നമ്മൾ പോളിഗാമി എന്ന് പറയുന്നത്. ആൻഡ് പോളിഗാമിയുടെ 2 ടൈപ്പുകളാണ് പോളി ആൻഡ്രിയും പോളിഗൈനിയും. ഇനി പാട്രി ലീനിയൽ എന്താണ്? അത് ഇതിലൊന്നിലും പെടുന്നതല്ല അല്ലെ. അതെന്ന് പറയുന്നത് ലീനിയൽ അല്ലെങ്കിൽ ലീനിയേജ്, അച്ഛന്റെ വഴി സ്വത്തുക്കളും ടൈറ്റിൽസ് അല്ലെങ്കിൽ സർനെയിമും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അച്ഛന്റെ ഫാമിലി വഴി അല്ലെങ്കിൽ അച്ഛൻ വഴി പാസ് ചെയ്ത് പോകുന്നതിനെയാണ് നമ്മൾ പാട്രി ലീനിയൽ എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിനെ ഇടുന്ന സർനെയിം അല്ലെങ്കിൽ ഫാമിലി നെയിം എന്ന് പറയുന്നത് അച്ഛൻ്റെതായിരിക്കും. അതാണ് പാട്രി ലീനിയൽ. ലീനിയേജ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഏത് വഴി എന്നുള്ളതാണ്. Which of the following pairs are not correctly matched? ഇത് നമ്മൾ സോഷ്യൽ ഗ്രൂപ്പ്സ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. സോ സംനർ ഇൻ ഗ്രൂപ്പും ഔട്ട് ഗ്രൂപ്പും ആണ് അല്ലെ. ആൻഡ് ഫ്രെഡിന ടോണിസ്, ടോണിസ് എന്താണ്? ഗെമിൻഷാഫ്റ്റും ഗസൽഷാഫ്റ്റും, അതും നമുക്കറിയാം, ഒത്തിരി തവണ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ആൻഡ് കൂലെ തന്നെയാണ് ഹൊറിസോണ്ടൽ ഗ്രൂപ്പും വെർട്ടിക്കൽ ഗ്രൂപ്പും. പക്ഷെ സിമ്മലാണോ മൊണാഡും? സോറി, ഇതിലൊരു മിസ്റ്റേക്ക് ഉണ്ട്. കൂലെ ഹൊറിസോണ്ടൽ, സോറി കേട്ടോ, സോറി, എനിക്ക് തെറ്റതാണ്. സിമ്മൽ തന്നെയാണ് മൊണാഡും ഡയാഡും ട്രയാഡും സോഷ്യൽ ഗ്രൂപ്പ്സ് കൊണ്ടുവന്നത്. പക്ഷെ കൂലെ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഗ്രൂപ്പ് അല്ല. കൂലെ കൊണ്ടുവന്നത് പ്രൈമറി ആൻഡ് സെക്കൻഡറി ഗ്രൂപ്പ് ആണ്. ആൻഡ് സൊറോക്കിനാണ് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഗ്രൂപ്പ്സ് കൊണ്ടുവന്നത്. ഓക്കെ, സോ അതെന്റെ ഒരു മിസ്റ്റേക്ക് ആണ്. ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഗ്രൂപ്പ്സ് കൊണ്ടുവന്നത് സൊറോക്കിനാണ്. ഓക്കെ, സോ ഇതിന്റെ ആൻസർ ഡി ആണ്. സോ ഒന്നുകൂടെ പറയാം, സംനർ തന്നെയാണ് ഇൻ ഗ്രൂപ്പും ഔട്ട് ഗ്രൂപ്പ് എന്ന് പറയുന്ന 2 ടൈപ്പ് ഓഫ് സോഷ്യൽ ഗ്രൂപ്പ്സ് കൊണ്ടുവന്നത്. സിമ്മൽ തന്നെയാണ് മൊണാഡ് ഡയാഡ് ട്രയാഡ് എന്ന് പറയുന്ന 3 ടൈപ്പ് ഓഫ് സോഷ്യൽ ഗ്രൂപ്പ്സ് കൊണ്ടുവന്നത്. ആൻഡ് ഫെർഡിന ടോണിസ് തന്നെയാണ് ഗെമിൻഷാഫ്റ്റ് ഗസൽഷാഫ്റ്റ് എന്ന് പറയുന്ന 2 ടൈപ്പ് ഓഫ് സൊസൈറ്റികളെ കുറിച്ച് പറഞ്ഞത്. ആൻഡ് കൂലെ പ്രൈമറി ഗ്രൂപ്പും സെക്കൻഡറി ഗ്രൂപ്പിനെ കുറിച്ചുമാണ് പറഞ്ഞത്. ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഗ്രൂപ്പിനെ കുറിച്ച് പറഞ്ഞത് പി എ സൊറോക്കിൻ ആണ്. സൊറോക്കിൻ എന്ന് പറയുന്ന സോഷ്യോളജിസ്റ്റ് ആണ് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഗ്രൂപ്പ്സ് കൊണ്ടുവന്നത്. ഓക്കെ, then the history of all hitherto existing societies is a society of class struggle. So usually നമ്മൾ ഇതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്താണ്? ക്ലാസ് സ്ട്രഗിൾ, ക്ലാസ് റെവല്യൂഷൻ, ഏലിനേഷൻ, ക്ലാസ് ഫോർ ഇറ്റ് സെൽഫ് അല്ലെങ്കിൽ ക്ലാസ് ഇൻ ഇറ്റ് സെൽഫ്, പിന്നെന്താണ് ബൂർഷ്വാസീസ്, പ്രൊളിറ്റേറിയൻസ്, ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ആരുമായിട്ട് റിലേറ്റഡ് ആണ്? കാറൽ മാർക്സുമായിട്ട് റിലേറ്റഡ് ആണ്. ഓക്കെ, സോ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ക്വസ്റ്റ്യനിൽ കണ്ടു കഴിഞ്ഞാൽ അത് കാറൽ മാർക്സുമായിട്ട് റിലേറ്റഡ് ആണ്. കാറൽ മാർക്സ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന് പറയുന്ന ബുക്കിലാണ് ഇതിനെക്കുറിച്ച്, ഈ ഒരു കോട്ടിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. അഗസ് കോംറ്റെ ഏതിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്? അത് എല്ലാവർക്കും അറിയാം അല്ലെ. അഗസ് കോംറ്റെ നമ്മൾ ഒത്തിരി തവണ പറഞ്ഞതാണ്. അഗസ് കോംറ്റെ കൊണ്ടുവന്നതാണ് പോസിറ്റിവിസം. പോസിറ്റിവിസം എന്ന് പറയുന്ന ആ ഒരു റിസർച്ച് മെത്തേഡിനെയാണ് നമ്മൾ അഗസ് കോംറ്റെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. രണ്ടാമത് കാറൽ മാർക്സ്, അത് നമ്മൾ ഇപ്പൊ പറഞ്ഞോളൂ അല്ലെ. ക്ലാസ് സ്ട്രഗിൾ, ക്ലാസ് ഫോർ ഇറ്റ് സെൽഫ് അല്ലെങ്കിൽ ക്ലാസ് ഇൻ ഇറ്റ് സെൽഫ്, ഏലിനേഷൻ, ഇങ്ങനെയൊക്കെ ഉള്ള വാക്കുകൾ കണ്ടു കഴിഞ്ഞാൽ അത് കാറൽ മാർക്സുമായിട്ട് റിലേറ്റഡ് ആണ്. മാക്സ് വെബർ ആണ് ടൈപ്സ് ഓഫ് അതോറിറ്റി, ട്രഡീഷണൽ അതോറിറ്റി, കരിസ്മാറ്റിക് അതോറിറ്റി, ഇങ്ങനെയുള്ള ടൈപ്പ്, ബ്യൂറോക്രസി, ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ മാക്സ് വെബറുമായിട്ട് റിലേറ്റഡ് ആണ്. നെക്സ്റ്റ് വൺ എമിൽ ഡർക്കിം. എമിൽ ഡർക്കിം നിങ്ങൾക്ക് അറിയാല്ലേ, ടൈപ്സ് ഓഫ് സൂയിസൈഡ് പറഞ്ഞ ഒരാളാണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് അറിഞ്ഞൂടെങ്കിലും നമുക്ക് എളുപ്പം മനസ്സിലാവും. അപ്പൊ അഗസ് കോംറ്റെ എ എന്ന് പറയുന്നത് 4 ആണ്. സോ A4 വരുന്നത് ഒരെണ്ണവേ ഉള്ളൂ അല്ലെ. ഓപ്ഷൻ 3യിലാണ് A4 വരുന്നത്. സോ അപ്പൊ നമുക്ക് സി എന്ന് എന്ത് ചെയ്യാം, ആദ്യമേ ഉറപ്പിക്കാനായിട്ട് പറ്റും. സോ ആൻസർ സി ആണ്. അഗസ് കോംറ്റെ പോസിറ്റിവിസം കൊണ്ടുവന്നു, കാറൽ മാർക്സ് ക്ലാസ് ഫോർ ഇറ്റ് സെൽഫ് കൊണ്ടുവന്നു, മാക്സ് വെബർ ട്രഡീഷണൽ അതോറിറ്റി എന്ന് പറയുന്ന ഒരു ടൈപ്പ് കൊണ്ടുവന്നു. ടൈപ്സ് ഓഫ് അതോറിറ്റിയെ കുറിച്ച് പറഞ്ഞത് മാക്സ് വെബർ ആണ്. ആൻഡ് എമിൽ ഡർക്കിം ടൈപ്സ് ഓഫ് സൂയിസൈഡ്സ് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് വൺ, which Indian sociologist evolved the idea of dominant caste?
അത് നമ്മൾ എപ്പോഴും പറയുന്നതാണ് അല്ലെ. ഡോമിനന്റ് കാസ്റ്റ്, സാൻസ്ക്രിറ്റൈസേഷൻ, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകളൊക്കെ ആരുമായിട്ട് റിലേറ്റഡ് ആണ്? എം.എൻ. ശ്രീനിവാസുമായിട്ട് റിലേറ്റഡ് ആണ്. ആരാണ് എം.എൻ. ശ്രീനിവാസ്? എം.എൻ. ശ്രീനിവാസ് ആണ് സോഷ്യോളജിയിലെ സാൻസ്ക്രിറ്റൈസേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എന്താണ് സാൻസ്ക്രിറ്റൈസേഷൻ? ലോവർ കാസ്റ്റിലുള്ള ആളുകൾ അപ്പർ കാസ്റ്റിലുള്ള അല്ലെങ്കിൽ ഡോമിനന്റ് ആയിട്ടുള്ള കാസ്റ്റിലുള്ള ആളുകളുടെ കസ്റ്റംസും റിച്വൽസും ബിലീഫ്സും ഒക്കെ ഇമിറ്റേറ്റ് ചെയ്യുന്നതിനെ അല്ലെങ്കിൽ കോപ്പി ചെയ്യുന്നതിനെയാണ് നമ്മൾ സാൻസ്ക്രിറ്റൈസേഷൻ എന്ന് പറയുന്നത്. എം.എൻ. ശ്രീനിവാസ് കൂർഗിലുള്ള കൂർഗിലുള്ള ഒരു വില്ലേജിലാണ് ഈ ഒരു സ്റ്റഡി നടത്തിയതും അതുവഴി സാൻസ്ക്രിറ്റൈസേഷൻ എന്നൊരു ടേം കോയിൻ ചെയ്തത്. അപ്പൊ സാൻസ്ക്രിറ്റൈസേഷൻ, ഡോമിനന്റ് കാസ്റ്റ്, അതുപോലെ തന്നെ കൂർഗ് വില്ലേജിൽ സ്റ്റഡി നടത്തിയത്, ഇതൊക്കെ എം.എൻ. ശ്രീനിവാസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ലോ ഓഫ് 3 സ്റ്റേജസ് വാസ് ഡെവലപ്ഡ് ബൈ. അത് നമ്മൾ ടൈപ്സ് ഓഫ് സൊസൈറ്റി പഠിച്ചപ്പോൾ നമ്മൾ അതിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. ലോ ഓഫ് 3 സ്റ്റേജസ് അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് സൊസൈറ്റി, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സൊസൈറ്റിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ആരാണ്? അഗസ്റ്റ് കോംറ്റെ ആണ് 3 ടൈപ്സ് ഓഫ് സൊസൈറ്റിയെ കുറിച്ച് അല്ലെങ്കിൽ ലോ ഓഫ് 3 സ്റ്റേജസിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അതായത് തിയോളജിക്കൽ ആൻഡ് മെറ്റാഫിസിക്കൽ ആൻഡ് പോസിറ്റിവിസ്റ്റിക് അല്ലെങ്കിൽ പോസിറ്റിവിസം ഓർ സയന്റിഫിക്. അതായത് ഓരോ ഇതും, അതായത് ഇപ്പൊ നമ്മൾ എവല്യൂഷൻ ആയിട്ട് പറയുന്ന പോലെ തിയോളജിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കൂടുതലും ഗോഡുമായിട്ട് റിലേറ്റ് ചെയ്തത്. അതായത് പണ്ടുള്ള ആൾക്കാർ കൂടുതലും എല്ലാ കാര്യങ്ങളെയും സൂപ്പർ നാച്ചുറൽ ഫോഴ്സസ് അല്ലെങ്കിൽ സൂപ്പർസ്റ്റിഷ്യസ് ആയിട്ടായിരുന്നു ബിലീവ് ചെയ്തിരുന്നത്. അതിൽ നിന്ന് പതുക്കെ എമർജ് ചെയ്ത് മെറ്റാഫിസിക്കൽ സ്റ്റേജിലേക്ക് എത്തി. അവിടെ കൂടുതലും ആൾക്കാർ സൂപ്പർ നാച്ചുറൽ ഫോഴ്സിനേക്കാൾ കൂടുതൽ കുറച്ചുകൂടെ റീസണിങ് ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി? അനലൈസ് ചെയ്യാനായിട്ട് തുടങ്ങി. അവിടെ നിന്ന് നേരെ ആൾക്കാർ പോസിറ്റീവ് സ്റ്റേജ് അല്ലെങ്കിൽ സയന്റിഫിക് സ്റ്റേജിലേക്ക് വന്നു. അവിടെ എത്തിയപ്പോൾ കൂടുതലും ലോജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ സയന്റിഫിക് ആയിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് തുടങ്ങി. സയന്റിഫിക് ആയിട്ടുള്ള റീസൺസ്, കോസും എഫക്റ്റും ഒക്കെ മനസ്സിലാക്കാനായിട്ട് തുടങ്ങി. ഇതാണ് ലോ ഓഫ് 3 സ്റ്റേജസ് എന്ന് പറയുന്നത്. ഇതിനെ വെച്ചിട്ട് തന്നെ നമ്മൾ മെറ്റാഫിസിക്കൽ സൊസൈറ്റി, തിയോളജിക്കൽ സൊസൈറ്റി, പോസിറ്റിവിസ്റ്റിക് സൊസൈറ്റി എന്ന് പറഞ്ഞ 3 ടൈപ്സ് ഓഫ് സൊസൈറ്റീസിനെ കുറിച്ചും അഗസ്റ്റ് കോംറ്റെ പറഞ്ഞത് നമ്മൾ ടൈപ്സ് ഓഫ് സൊസൈറ്റിയിൽ പഠിച്ചിട്ടുണ്ട്. സോ ഇതാണ് ലോ ഓഫ് 3 സ്റ്റേജസ് ബൈ അഗസ്റ്റ് കോംറ്റെ. The book Class, Status and Power. So ഇത് ഈ ഓപ്ഷൻ നിങ്ങളുടെ കാലിക്കറ്റ് ലാസ്റ്റ് ഇയർ ആണെന്ന് തോന്നുന്നു, 2024 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണിത്. പക്ഷേ ഈ ഓപ്ഷൻസിൽ ഒന്നും തന്നെ ഉള്ളതല്ല ആൻസർ എന്ന് പറയുന്നത്. ക്ലാസ്, സ്റ്റേറ്റസ് ആൻഡ് പവർ എന്ന് പറയുന്നത് മാക്സ് വെബറിന്റെ ബുക്കാണ്. മാക്സ് വെബർ ഈ ഒരു ഓപ്ഷനിലേ ഇല്ല. ഓക്കെ, സോ ക്ലാസ്, സ്റ്റേറ്റസ് ആൻഡ് പവർ ഈ ഒരു ബുക്ക് എഴുതിയത് മാക്സ് വെബർ ആണ് കേട്ടോ. മാക്സ് വെബർ. Then, which of the following is not a purpose of research? റിസർച്ചിന്റെ പർപ്പസ് ഇതിൽ അല്ലാത്തത്. സോ റിസർച്ച് നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്? ഒരു പ്രോസസ്സിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനും അല്ലെങ്കിൽ ഒരു പ്രോസസ്സിനെ, ഒരു സോഷ്യൽ ഫിനോമിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാനും അല്ലെങ്കിൽ ഇതുവരെ മനസ്സിലാക്കാത്ത ഒരു പ്രോസസ്സിനെ കുറിച്ച് ഡീപ്ലി എക്സ്പ്ലോർ ചെയ്യാനും, ഇതെല്ലാം റിസർച്ചിന്റെ പർപ്പസ് തന്നെയാണ്. പക്ഷെ ട്രയാങ്കുലേഷൻ റിസർച്ചിന്റെ ഒരു പർപ്പസ് അല്ല, അതൊരു മെത്തേഡ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ട്രയാങ്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു റിസർച്ച് പ്രൂവ് ചെയ്യാനായിട്ട്, അതിപ്പോ നമ്മൾ ആദ്യം ഒരു റിസർച്ച്, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഇപ്പൊ ഒരു ട്രൈബൽ സൊസൈറ്റിയുടെ പോവേർട്ടിയെ കുറിച്ച് പഠിക്കാന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ അവരുടെ അടുത്ത് ചെന്നിട്ട് പോവേർട്ടിക്കുള്ള കാരണങ്ങളൊക്കെ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ വഴി മനസ്സിലാക്കി. എന്നിട്ട് ഈ ക്വാളിറ്റേറ്റീവ് ഡേറ്റയെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഈ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ കറക്റ്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ അടുത്ത കുറച്ചും കൂടെ അവരുടെ അടുത്ത് ചെന്നിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ക്വാളിറ്റേറ്റീവ് ഡേറ്റ എടുക്കും. ഇന്റർവ്യൂസ് ഒക്കെ വഴി നമ്മൾ അവരുമായിട്ട് കൂടുതൽ ഡേറ്റാസ് കളക്ട് ചെയ്യും. അപ്പം ഈ ഒരു 2 ഡേറ്റകളും കൂടെ നമ്മൾ തമ്മിൽ ഒത്തുചേർന്ന് നോക്കും. ഈ പറഞ്ഞ റീസൺസ് എല്ലാം ക്വാണ്ടിറ്റേറ്റീവിലും ക്വാളിറ്റേറ്റീവിലും അവർ പറഞ്ഞ റീസൺസ് ഒക്കെ സെയിം ആണോ? സോ കുറച്ചും കൂടെ നമ്മൾ നമ്മുടെ റിസർച്ചിനെ സ്ട്രെങ്തൻ ചെയ്യുകയാണ്. ഇതിനെ നമ്മൾ മിക്സഡ് മെത്തേഡ് എന്നും പറയും. സോ അതാണ് ട്രയാങ്കുലേഷൻ. സോ ട്രയാങ്കുലേഷൻ ഒരു റിസർച്ച് മെത്തേഡ് ആണ്, റിസർച്ചിന്റെ പർപ്പസ് അല്ല. റിസർച്ചിന്റെ പർപ്പസ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മളൊരു പ്രോസസ്സിനെ അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഫിനോമിനെ എക്സ്പ്ലെയിൻ ചെയ്യാനോ ഡിസ്ക്രൈബ് ചെയ്യാനോ അല്ലെങ്കിൽ അറിഞ്ഞിടാത്തൊരു കാര്യത്തിലെ കൂടുതലായിട്ട് എക്സ്പ്ലോർ ചെയ്യാനോ ഒക്കെയാണ് നമ്മൾ റിസർച്ച് യൂസ് ചെയ്യുന്നത്. ഐഡന്റിഫൈ ദ ഹൈറാർക്കി ഓഫ് ദ സയൻസസ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. സോ ഇത് നമ്മുടെ CUT എൻട്രൻസിന്റെ ആ ഒരു ടോപ്പിക്കിൽ വരുന്നതല്ല. സോ ഇത് അഗസ്റ്റ് കോംറ്റെ പറഞ്ഞിട്ടുള്ള ഒരു ഓർഡർ ആണ്. അതായത് അഗസ്റ്റ് കോംറ്റെ സോഷ്യോളജി എന്തെന്നാ വിളിച്ചത്? ക്യൂൻ ഓഫ് ഓൾ സയൻസസ് എന്നാണ് വിളിച്ചത് അല്ലെ.
അപ്പൊ സോഷ്യോളജി ഏറ്റവും ഹയസ്റ്റ് ഓർഡറിൽ തന്നെ വരും. സോഷ്യോളജി ആയിരിക്കും ഏറ്റവും ലാസ്റ്റ് വരുന്നത്. അപ്പൊ സോഷ്യോളജി തന്നെ ഏറ്റവും ലാസ്റ്റ് വരുന്നത് നോക്കുമ്പോൾ സിയും ഉണ്ട്, ബിയും ഉണ്ട്. സോ ആദ്യം ഏതായിരിക്കും? ആദ്യം അഗസ്റ്റ് കോംറ്റെ പറയുന്നത് ലെസ് കോംപ്ലക്സ് എന്ന് പറയുന്നത് മാത്തമാറ്റിക്സിനെയാണ്. ഓക്കെ, അത് കഴിഞ്ഞ് അസ്ട്രോണമി, അത് കഴിഞ്ഞ് ഫിസിക്സ്, അത് കഴിഞ്ഞ് കെമിസ്ട്രി, പിന്നെ ബയോളജിയാണ് ഏറ്റവും കോംപ്ലക്സ് എന്ന് പറയുന്നത് സോഷ്യോളജി എന്നാണ്. കാരണം മനുഷ്യരുടെ മനസ്സുകൾ അല്ലെ മനുഷ്യരുടെ രീതികളെ, സൊസൈറ്റി ആസ് എ ഹോളിനെ കുറിച്ച് പഠിക്കുന്നത് കൊണ്ട് സോഷ്യോളജിയാണ് മോർ കോംപ്ലക്സ് എന്നാണ് ആര് പറയുന്നത്? അഗസ്റ്റ് കോംറ്റെ പറയുന്നത്. ഇത് അഗസ്റ്റ് കോംറ്റയുടെ ഹൈറാർക്കി ഓഫ് സയൻസ് ആണ് കേട്ടോ. അഗസ്റ്റ് കോംറ്റെ പ്രപ്പോസ് ചെയ്ത രീതിയാണ് ഇവിടെ പറയുന്നത്. ഏറ്റവും കോംപ്ലക്സ് അല്ലെങ്കിൽ ക്യൂൻ ഓഫ് സോഷ്യൽ സയൻസ് എന്ന് വിളിച്ചത്, ക്യൂൻ ഓഫ് ഓൾ സയൻസസ് എന്ന് വിളിച്ചത് സോഷ്യോളജിയാണ്. അപ്പൊ ഏറ്റവും ലാസ്റ്റ് മോർ കോംപ്ലക്സ് എപ്പോഴും സോഷ്യോളജിയാണ്. സോ ഇതിൽ നോക്കുമ്പോൾ 2 ഓപ്ഷൻസ് ഉണ്ട്. ആൻഡ് ഇനി നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇത് നമുക്ക് ഇങ്ങനെ വേറെ ലോജിക്കലി ഒന്നും നമുക്ക് പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കാം. ലെസ് കോംപ്ലക്സിൽ നിന്ന് മോർ കോംപ്ലക്സിലേക്ക് വരുന്ന ഒരു ഹൈറാർക്കിയാണ് അഗസ്റ്റ് കോംറ്റെ കൊണ്ടുവന്നത്. ആദ്യം മാത്തമാറ്റിക്സ് ആണ് ലെസ് കോംപ്ലക്സ് എന്ന് പറയുന്നത്, പിന്നെ അസ്ട്രോണമി, പിന്നെ ഫിസിക്സ്, പിന്നെ കെമിസ്ട്രി, പിന്നെ ബയോളജി, പിന്നെ സോഷ്യോളജി. ഇത് അഗസ്റ്റ് കോംറ്റയുടെ മാത്രം ഹൈറാർക്കി ഓഫ് സയൻസ് ആണ്. അഗസ്റ്റ് കോംറ്റെ പ്രപ്പോസ് ചെയ്തിട്ടുള്ള ഹൈറാർക്കിയാണ്. A survey should try to avoid asking questions which are. So survey എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ റിസർച്ച് ചെയ്യുമ്പോൾ ഡേറ്റ കളക്ട് ചെയ്യാൻ, അതും ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ഡേറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് സർവേ എന്ന് പറയുന്നത്. ആൻഡ് സർവേ എപ്പോഴും ഡയറക്റ്റ് ആയിരിക്കണം, ചോയ്സ് ബേസ്ഡ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്. നമ്മൾ എന്ത് ഒബ്ജക്റ്റീവിനെ കുറിച്ചാണോ പഠിക്കാൻ പോകുന്നത്, ഇപ്പം ഒരു ഏരിയയിലെ വാട്ടർ സ്കേഴ്സിറ്റിയെ കുറിച്ചാണ് പഠിക്കാൻ പോകണമെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ കറക്റ്റ് ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് ആ ഒരു ഒബ്ജക്റ്റീവ് ബേസ് ചെയ്തിട്ട് വേണം ചോദിക്കാൻ. ആൻഡ് വളരെ സിമ്പിൾ ആയിരിക്കണം അല്ലെ, സാധാരണ മനുഷ്യരുമായിട്ടായിരിക്കും നമ്മൾ ഡീൽ ചെയ്യുന്നത്. സോ ആ മനുഷ്യർക്ക് മനസ്സിലാവുന്ന ഭാഷയുമായിരിക്കണം. ഒരിക്കലും ലീഡിങ് ആവാൻ പാടില്ല. എന്താ ലീഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ലീഡിങ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ പിന്നെ ലീഡ് ചെയ്ത് നമുക്ക് ബയാസ്ഡ് ആയിട്ടുള്ള ആൻസേഴ്സ് കിട്ടാനായിട്ട് ചാൻസസ് കൂടുതലാണ്. സോ അതുകൊണ്ട് ലീഡിങ് ക്വസ്റ്റ്യൻസ് അവോയ്ഡ് ചെയ്തിട്ട് വളരെ സിമ്പിളും ഡയറക്റ്റും ഒബ്ജക്റ്റീവ് ബേസ്ഡും ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കണം സർവേയിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ദ ബുക്ക് പ്രൊട്ടസ്റ്റന്റ് എത്തിക്സ് ആൻഡ് സ്പിരിറ്റ് ഓഫ് ക്യാപിറ്റലിസം, ഇത് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. ആ ഒരു ബുക്ക് ആരാ എഴുതിയത്? മാക്സ് വെബർ ആണ് പ്രൊട്ടസ്റ്റന്റ് എത്തിക്സ് ആൻഡ് സ്പിരിറ്റ് ഓഫ് ക്യാപിറ്റലിസം എന്ന് പറയുന്ന ബുക്കിന്റെ ഓതർ. സോ ബുക്സ്, ഓതേഴ്സ് ഇതൊക്കെ എന്തായാലും പഠിച്ചിരിക്കാം. യൂഷ്വലി സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ, മാക്സ് വെബറിന്റെ ബുക്ക്, പിന്നെ എമിൽ ഡർക്കീമിന്റെ ബുക്ക്, ഇത് ഇത്രയും വളരെ ഇമ്പോർട്ടന്റ് ആണ്. വൈക്കം സത്യാഗ്രഹ. വൈക്കം സത്യാഗ്രഹം നമ്മുടെ കേരളത്തിൽ എപ്പോഴാണ് നടന്നത്? എന്താണ് വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്? ടെമ്പിൾ എൻട്രി, അതായത് പണ്ട് ദളിത് അല്ലെങ്കിൽ ലോവർ കാസ്റ്റിൽ പെട്ട ആൾക്കാർക്ക് അമ്പലങ്ങളിൽ കയറാനുള്ള എന്തില്ലായിരുന്നു? അവകാശമില്ലായിരുന്നു, റൈറ്റ്സ് ഇല്ലായിരുന്നു. അതിന് അഗേൻസ്റ്റ് ആയിട്ട് നടന്ന അതായത് അവരെ ക്ഷേത്രത്തിലേക്ക് അകത്ത് പ്രവേശിപ്പിക്കണം എന്നുള്ളതിന് വേണ്ടിയിട്ട് നടന്ന ഒരു സത്യാഗ്രഹമായിരുന്നു വൈക്കം സത്യാഗ്രഹ. 1924 കേരളത്തിൽ വൈക്കം സത്യാഗ്രഹം നടന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാണ് നടന്നത്? ടെമ്പിൾ എൻട്രി റൈറ്റ്സിന് വേണ്ടിയിട്ടാണ്. അതായത് ദളിത് അല്ലെങ്കിൽ അന്ന് ലോവർ കാസ്റ്റിൽ പെട്ട ആൾക്കാർക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശനം ഇല്ലായിരുന്നു. സോ അവരുടെ ആ ഒരു റൈറ്റിന് വേണ്ടിയിട്ടാണ് വൈക്കം സത്യാഗ്രഹം നടന്നത്. ടൈപ്സ് ഓഫ് അതോറിറ്റി ലെജിറ്റിമൈസ്ഡ് ബൈ എ ലീഡേഴ്സ് എക്സെപ്ഷണൽ പേഴ്സണൽ ക്വാളിറ്റീസ്. സോ ടൈപ്പ് ഓഫ് അതോറിറ്റി അത് നിങ്ങൾക്ക് CUT എൻട്രൻസിൽ ഇല്ലായിരുന്നു. മാക്സ് വെബർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അതോറിറ്റിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ട്രഡീഷണൽ അതോറിറ്റി, കരിസ്മാറ്റിക് അതോറിറ്റി, ലീഗൽ അതോറിറ്റി, ബ്യൂറോക്രസി, ഇതിനെയൊക്കെ കുറിച്ച് ആര് പറഞ്ഞിട്ടുണ്ട്? മാക്സ് വെബർ പറഞ്ഞിട്ടുണ്ട്. ഓരോന്നും ഓരോ എക്സ്പ്ലനേഷൻസ് ഉണ്ട്. ട്രഡീഷണൽ അതോറിറ്റി എന്ന് പറയുമ്പോൾ ആ പേര് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം, ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ. ലീഗൽ എന്ന് പറയുമ്പോൾ ഒരു ലീഗൽ ഫോം അല്ലെങ്കിൽ ലോസും പ്രിൻസിപ്പിൾസും ഒക്കെ ഉള്ളത്. ബ്യൂറോക്രാറ്റിക് അതോറിറ്റി അല്ലെങ്കിൽ ബ്യൂറോക്രസി എന്ന് വെച്ചാൽ എന്താണ്? ഒരു ജോലിയെ നമ്മൾ ഹൈറാർക്കിക്കലി ഡിവൈഡ് ചെയ്യുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഒരു ഗവൺമെന്റ് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഉള്ളത് ബ്യൂറോക്രസിയാണ് അല്ലെ. അവിടെ ഒരു ഹെഡ് ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ ബാങ്ക് എടുക്കുകയാണെങ്കിൽ അവിടെ ഒരു മാനേജർ ഉണ്ടായിരിക്കും, പിന്നെ പ്രൊബേഷണറി ഓഫീസേഴ്സ് ഉണ്ടായിരിക്കും, പിന്നെ LD ക്ലർക്കുകൾ ഉണ്ടായിരിക്കും, പിന്നെ പിയൂൺസ് ഉണ്ടായിരിക്കും, പിന്നെ സ്വീപ്പേഴ്സ് ഉണ്ടായിരിക്കും. സോ ഇപ്പം ഓരോരുത്തരും പൊസിഷൻസ് കൂടിയും വരുന്നുണ്ട്, താഴ്ന്നു വരുന്നുണ്ട്. അപ്പം ഒരാള് പൊസിഷൻ വളരെ ലോ ആണ്, വേറൊരാളുടെ പൊസിഷൻ അവിടെ വളരെ ഹൈ ആണ്. ഇതിനാണ് നമ്മൾ ഹൈറാർക്കി എന്ന് പറയുന്നത്. സോ വർക്കുകളെ ഹൈറാർക്കി ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ബ്യൂറോക്രസി എന്ന് പറയുന്നത്. സോ നമ്മുടെ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബ്യൂറോക്രസിയാണ് അല്ലെ. നമുക്കൊരു CM ഉണ്ട്, ഗവർണർ ഉണ്ട്, മിനിസ്റ്റേഴ്സ് ഉണ്ട്, അങ്ങനെ വർക്കുകൾ എന്താണ്. പിന്നെ നമുക്ക് കൗൺസിലേഴ്സ് ഉണ്ട്. സോ നമ്മുടെ ഫസ്റ്റ് ഇനിഷ്യൽ പോയിന്റ് ഓഫ് കോണ്ടാക്ട് യൂഷ്വലി നമ്മുടെ
ഏരിയയിലെ കൗൺസിലേഴ്സ് ഒക്കെ ആയിരിക്കും അല്ലെ. ഡയറക്റ്റ് ആയിട്ട് നമ്മൾ നേരിട്ട് പോയി CM-നായിരിക്കില്ല പരാതി കൊടുക്കുക. സോ ഇതിനൊക്കെ എന്തുണ്ട്, ഒരു ഹൈറാർക്കി ഉണ്ട്. അതാണ് ബ്യൂറോക്രസി എന്ന് പറയുന്നത്. ആൻഡ് കരിസ്മാറ്റിക് എന്ന് പറഞ്ഞാൽ, കരിസ്മാറ്റിക് എന്ന് വെച്ചാൽ എന്താണ്, ഒരു മനുഷ്യന്റെ എസ്തെറ്റിക് ക്വാളിറ്റി അല്ലെ. ചില ആൾക്കാരെ നമ്മൾ പറയും വളരെ കരിസ്മാറ്റിക് ആണ്, അതായത് കാണുമ്പോൾ വളരെ പ്ലീസിങ് ആയിട്ടുള്ള ക്വാളിറ്റീസ് ഉള്ള ആൾക്കാരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കരിസ്മാറ്റിക് എന്ന് പറയുന്നത്. സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്, ഒരാളുടെ പേഴ്സണൽ ക്വാളിറ്റീസിനെ കുറിച്ച് പറയുന്നതിനെയാണ് നമ്മൾ കരിസ്മാറ്റിക് എന്ന് പറയുന്നത്. സോ പേഴ്സണൽ ക്വാളിറ്റീസ് ആണ് ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ആ ടൈപ്പ് ഓഫ് അതോറിറ്റി ആണ് കരിസ്മാറ്റിക് അതോറിറ്റി. ഒരാളുടെ പേഴ്സണൽ ചാം അല്ലെങ്കിൽ അയാളുടെ പേഴ്സണാലിറ്റി ആണ് നമ്മൾ കരിസ്മാറ്റിക് എന്ന് പറയുന്നത്. Which of the following is not a tribal movement of Kerala? So കേരളത്തിൽ ഒത്തിരി ട്രൈബൽ മൂവ്മെന്റ്സ് നടന്നിട്ടുണ്ട്. അതിൽ അല്ലാത്ത ട്രൈബൽ മൂവ്മെന്റ് ഏതാണ്? കുറിച്യ റിവോൾട്ട്, ചെങ്കര മൂവ്മെന്റ്, മുത്തങ്ങ ലാൻഡ് സ്ട്രഗിൾ ഒക്കെ നിങ്ങൾ ഒത്തിരി കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ. ഇതൊക്കെ ട്രൈബൽസിന്റെ മൂവ്മെന്റ് ആണ്. പക്ഷെ മാപ്പിള ലഹള അതെന്തല്ല, അത് ട്രൈബൽസിന്റെ മൂവ്മെന്റ് അല്ല. മാപ്പിള റിവോൾട്ട് അല്ലെങ്കിൽ മാപ്പിള ലഹള എന്ന് പറയുന്നത് ട്രൈബൽ മൂവ്മെന്റ് അല്ലായിരുന്നു. 1921 മാപ്പിള റിവോൾട്ട്. Who is the father of Indian sociology? അത് നമുക്കറിയാം അല്ലെ. സോഷ്യോളജിയുടെ ഫാദർ അഗസ്റ്റ് കോംപ്ടെ, ഇന്ത്യൻ സോഷ്യോളജിയുടെ ഫാദർ GS ഗുരു. ഐഡന്റിഫൈ ദ ടേം കോയിൻഡ് ബൈ MN ശ്രീനിവാസ്. അത് നമ്മളിപ്പോ പറഞ്ഞതേ ഉള്ളൂ അല്ലേ. MN ശ്രീനിവാസ് സാൻസ്ക്രിറ്റൈസേഷൻ എന്ന് പറയുന്ന ടേം ആണ് കോയിൻ ചെയ്തത്. എന്താണ്, ലോവർ കാസ്റ്റിലുള്ള ആളുകൾ അപ്പർ കാസ്റ്റിലുള്ള ആൾക്കാരെ ഇമിറ്റേറ്റ് ചെയ്യുന്നതിന്, അല്ലെങ്കിൽ ലോവർ കാസ്റ്റിലുള്ള ആൾക്കാരെ അപ്പർ കാസ്റ്റിലുള്ള ആളുകളുടെ രീതികൾ, കസ്റ്റംസും ബിലീഫ്സും റിച്വൽസും ഒക്കെ അഡോപ്റ്റ് ചെയ്ത് ഇമിറ്റേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ സാൻസ്ക്രിറ്റൈസേഷൻ എന്ന് പറയുന്നത്. The effect factor in a research is known as. So effect factor പെട്ടെന്ന് കൺഫ്യൂഷൻ ആയിട്ട് തോന്നും. എഫക്ട് ഫാക്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് ആർക്കാണോ എഫക്ട് ഉണ്ടാവുന്നത്. അപ്പൊ എഫക്ട് ഉണ്ടാവുന്ന ആൾ എന്താണ്, മറ്റേ ആളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് അയാൾക്ക് എഫക്ട് ഉണ്ടാവുന്നത് അല്ലേ. സോ അതാണ് ഡിപ്പെൻഡന്റ് വേരിയബിൾ. രണ്ട് ടൈപ്പ് ഓഫ് വേരിയബിൾസ് ഉണ്ട്, ഡിപ്പെൻഡന്റും ഇൻഡിപെൻഡന്റും. ഇൻഡിപെൻഡന്റ് എന്ന് വെച്ചാൽ എന്താണ്, അത് വേറൊന്നും അതിനെ അഫക്ട് ചെയ്യുന്നില്ല, അതിന് മാറ്റം സംഭവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു കാരണങ്ങൾ കൊണ്ടും പറ്റില്ല. പക്ഷെ ഡിപ്പെൻഡന്റ് എന്ന് വെച്ചാൽ എന്താണ്, ഇൻഡിപെൻഡന്റിന് എന്തെങ്കിലും മാറ്റം സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ഡിപ്പെൻഡന്റിനും മാറ്റം സംഭവിക്കും, അല്ലെങ്കിൽ ഡിപ്പെൻഡന്റിനും അതിന്റെ ഒരു എഫക്റ്റ് ഉണ്ടാവും. സോ അതാണ് ഇവിടെ എഫക്റ്റ് ഫാക്ടർ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ ആൻസർ ഡിപ്പെൻഡന്റ് വേരിയബിൾ. മീൻ ഇസ് ആൻ എക്സാമ്പിൾ ഓഫ്. ഇതൊക്കെ നമ്മൾ ഒത്തിരി തവണ മീനും മീഡിയനും മോഡും ഒക്കെ നമ്മുടെ ഏതിൽ പഠിച്ചിട്ടുണ്ട്, എൻട്രൻസ് എക്സാമിന് പഠിച്ചിട്ടുണ്ട്. മീൻ ഒരു ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഹോമോ ഹൈറാർക്കിക്കസ് എന്ന ബുക്ക് എഴുതിയത് ആരാണ്? അതും നമ്മൾ ഹോമോ ഹൈറാർക്കിക്കസ് നമ്മുടെ CET എൻട്രൻസിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. എസ്പെഷ്യലി ബുക്സ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് നോട്ടില്, അതിൽ ഞാൻ ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ലൂയിസ് ഡുമണ്ട് ആണ് ഹോമോ ഹൈറാർക്കിക്കസ് എന്ന് പറയുന്ന ബുക്ക് എഴുതിയത്. ആൻഡ് ലൂയിസ് ഡുമണ്ട് ആണ് നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയിലെ കാസ്റ്റിനെ പ്യൂരിറ്റി ആൻഡ് പൊല്യൂഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ടുവന്നത്. പ്യൂരിറ്റി ആൻഡ് പൊല്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മുടെ നാട്ടില് പണ്ട് കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു കാസ്റ്റ് അപ്പറും വേറൊരു കാസ്റ്റിനെ ലോവർ എന്നും പറയുന്നു. അതിൽ അപ്പർ കാസ്റ്റുകാർ വളരെ പ്യുവർ ആണെന്നും ലോവർ കാസ്റ്റുകാരെ തൊട്ട് കഴിഞ്ഞാൽ അപ്പർ കാസ്റ്റുകാർ പൊല്യൂട്ടഡ് ആവുമെന്നും പറഞ്ഞാണ് നടന്നിരുന്നത് അല്ലെ. നമുക്കറിയാം ബ്രാഹ്മിൻസിനെയൊക്കെ അപ്പർ കാസ്റ്റ് എന്നും അവരൊക്കെ പ്യുവർ ആണെന്നും, ലോവർ കാസ്റ്റ് അല്ലെങ്കിൽ ദളിത്സിനെ അവർ പൊല്യൂട്ടഡ് ആണെന്നും, അല്ലെങ്കിൽ അവരെ തൊട്ട അപ്പർ കാസ്റ്റുകാർ പൊല്യൂട്ടഡ് ആവുമെന്നും, ഇങ്ങനെയൊക്കെയുള്ള കൺസെപ്റ്റ് ആയിരുന്നു നമ്മുടെ ഇന്ത്യൻ കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് പഠിച്ച ഒരാളാണ് ലൂയിസ് ഡുമണ്ട്. ആൻഡ് ഈ ഒരു കൺസെപ്റ്റ് അത് കൊണ്ടുവന്ന ബുക്കാണ് ഹോമോ ഹൈറാർക്കിക്കസ് എന്ന് പറയുന്നത്. സോ ഇപ്പൊ എത്ര ക്വസ്റ്റ്യൻസ് ആയി? ലൂയിസ് ഡുമണ്ട് ആണ് ഇന്ത്യൻ കാസ്റ്റ് സിസ്റ്റത്തിലെ പ്യൂരിറ്റി ആൻഡ് പൊല്യൂഷനെ കുറിച്ച് പഠിച്ചത്. ആൻഡ് അദ്ദേഹത്തിന്റെ ബുക്കാണ് ഹോമോ ഹൈറാർക്കിക്കസ്. ആ ബുക്കിലാണ് ഈ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത്. ഓക്കെ. The lowest level of measurement is known as. ഇത് നിങ്ങൾ സോഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഏറ്റവും ലോവസ്റ്റ് ലെവൽ ഓഫ് മെഷർമെന്റ് എന്ന് പറയുന്നത് ഒരു നോമിനൽ സ്കെയിലാണ്. അതായത് നമ്മൾ ജെൻഡറിനെ കുറിച്ചോ ഏജിനെ കുറിച്ചോ പോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പഠിക്കുന്നതാണ് നോമിനൽ സ്കെയിൽ എന്ന് പറയുന്നത്. ടൈപ്സ് ഓഫ് സ്കെയിൽസിൽ വരുന്നതാണ്. A measure that arranges the response in a continuum. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ റെസ്പോൺസിനെ അറേഞ്ച് ചെയ്യുന്നത് എന്താണ്? ഒരു സ്കെയിലാണ്. സ്കെയിൽ, ലിഗേർഡ് സ്കെയിൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സർവേയിലൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് സ്കെയിൽ. അതാണ് ഒരു മെഷർ റെസ്പോൺസസിനെ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതിൽ സ്ട്രോങ്ലി എഗ്രി, സ്ട്രോങ്ലി ഡിസഗ്രി,
എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ ഓപ്ഷൻസ് ഒക്കെ കൊടുക്കും. അത് പ്രോപ്പർലി അറേഞ്ച് ചെയ്ത് ഓരോ ആൻസേഴ്സും നമുക്ക് കിട്ടുന്നതിനെയും എന്ത് ചെയ്യും? ഇപ്പൊ നമ്മൾ 4 ഓപ്ഷൻസ് ആണ് കൊടുത്തെങ്കിൽ അതിനെ നമുക്ക് 4 പോയിന്റ് സ്കെയിൽ എന്ന് പറയാം. എന്നിട്ട് ഈ 4 ഓപ്ഷൻസിനെ ആൾക്കാർ തരുന്നതനുസരിച്ച് നമ്മൾ റെസ്പോൺസസിനെ അറേഞ്ച് ചെയ്ത് വെക്കും ഓരോ ക്വസ്റ്റ്യൻസിന്. അതിനെയാണ് നമ്മൾ സ്കെയിൽ എന്ന് പറയുന്നത്. Then the idea of public sociology is developed by, ഈ ഒരു ഇതൊന്നും നിങ്ങളുടെ CUT-യിൽ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ് അല്ല. സോ പബ്ലിക് സോഷ്യോളജി എന്ന് പറയുന്ന ഒരു ഡിസിപ്ലിൻ, പ്രത്യേകം സോഷ്യോളജിയുടെ ഒരു ഇത് കൊണ്ടുവന്നത് മൈക്കിൾ ബുറോവോയ് അല്ലെങ്കിൽ എം ബുറോവോയ് എന്ന് പറയുന്ന ഒരു സോഷ്യോളജിസ്റ്റ് ആണ്. അതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, ഇൻ കേസ് ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. Then the ethnic identity. എന്താണ് എത്നിക് ഐഡന്റിറ്റി? എത്നിക് എന്ന് വെച്ചാൽ എന്താണ്? ട്രൈബൽസ് ആയിട്ട് റിലേറ്റ് ചെയ്തതാണ് അല്ലെ, അവരുടെ ഐഡന്റിറ്റിയാണ് നമ്മൾ എത്നിക് ഐഡന്റിറ്റി എന്ന് പറയുന്നത്. സോ എത്നിസിറ്റി, എത്നിക് ഐഡന്റിറ്റി, ഇതൊക്കെ നമ്മൾ ട്രൈബൽ കമ്മ്യൂണിറ്റിയെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ അതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആൻസർ ഓൾ ഓഫ് ദി എബോവ് ആണ്. അതായത് അവർക്ക് ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അവരുടെ എത്നിസിറ്റി അല്ലെങ്കിൽ അവരുടെ റിലീജിയൻ, ലാംഗ്വേജ് ഒക്കെ സെയിം ആയിരിക്കും. യൂഷ്വലി അവരൊരു മൈനോറിറ്റി ഗ്രൂപ്പ് ആയിരിക്കും. സോ ഓൾ ഓപ്ഷൻസ് കറക്റ്റ് ആണ്. സോഷ്യോളജി ഇസ് കൺസിഡേർഡ് ആസ് എ സോഷ്യൽ സയൻസ് ബിക്കോസ്, സോഷ്യോളജി എന്തുകൊണ്ടാണ് ഒരു സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത്? സൊസൈറ്റിയെ മനസ്സിലാക്കുന്നത് കൊണ്ടാണോ, അല്ലെങ്കിൽ അതിന്റെ സബ്ജക്ട് മാറ്റർ നാച്ചുറൽ സയൻസിൽ നിന്ന് ഡിഫറെന്റ് ആയതുകൊണ്ടാണോ, അല്ലെങ്കിൽ സൊസൈറ്റിയെ കുറിച്ചുള്ള ഡേറ്റ സിസ്റ്റമാറ്റിക്കലി കളക്ട് ചെയ്യുന്നത് കൊണ്ടാണോ? എല്ലാം കൊണ്ടും നമുക്ക് സോഷ്യോളജി ഒരു സോഷ്യൽ സയൻസ് എന്ന് പറയാനായിട്ട് പറ്റും. Then identify the wrong statements. ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് കൂടുതൽ ഇന്റൻസീവ് ആണ് ക്വാണ്ടിറ്റേറ്റീവിനെക്കാളും, ആണോ? അല്ല. ആണോ? ക്വാളിറ്റേറ്റീവ് മെത്തേഡ് ക്വാണ്ടിറ്റേറ്റീവിനെക്കാളും മോർ ഇന്റൻസീവ് ആണോ? ആണ്. കാരണം എന്താണ്? ക്വാളിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ ഒരാളടുത്ത് ചെന്നിട്ട് ഡീപ്ലി നമ്മൾ സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞെടുക്കുന്നതാണ്. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ നമുക്ക് ജസ്റ്റ് ക്വസ്റ്റ്യൻസ് കൊടുക്കുമ്പോൾ അവർ തന്നെ പറയുന്ന ഒരു 1 വേർഡ് ആൻസറോ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഓപ്ഷൻസിൽ നിന്നൊന്നാണ് തിരഞ്ഞെടുക്കുന്നത്. സോ വളരെ ഇന്റൻസീവ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ക്വാളിറ്റേറ്റീവ് ഡേറ്റ കളക്ഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ ഹാവ് മോർ റിലയബിലിറ്റി ദാൻ ക്വാളിറ്റേറ്റീവ് ഡേറ്റ. അതും ട്രൂ ആണ്. കാരണം നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ, ഞാൻ കളക്ട് ചെയ്ത ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ ആ ഒരു സെയിം സിറ്റുവേഷനിൽ സെയിം പ്രോസസ്സ് സെയിം ആൾക്കാരുടെ അടുത്ത് പോയി ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും സെയിം ആൻസർ തന്നെ കിട്ടും. പക്ഷെ ക്വാളിറ്റേറ്റീവില് അങ്ങനെയല്ല. നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ, റെപ്ലിക്കേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ റിലയബിലിറ്റി കുറവാണ്. ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് ഹാവ് ലെസ് വാലിഡിറ്റി ദാൻ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ്. അത് തെറ്റാണ്. വാലിഡിറ്റി നമ്മൾ പറയുമ്പോഴത്തേക്ക് ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സിന് ക്വാണ്ടിറ്റേറ്റീവിനെക്കാളും വാലിഡിറ്റി കുറവാണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. കാരണം എന്താണ്? അതിന്റെ വാലിഡിറ്റി, അതായത് ഡെപ്ത് കൂടുതലാണ്. നമ്മൾ കൂടുതൽ ഒരു മനുഷ്യന്റെ അടുത്ത് ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അത് കൂടുതൽ ഡെപ്തിലായിട്ടുള്ള ഡേറ്റാസ് ആണ് നമുക്ക് കിട്ടുന്നത്. സോ അതിന്റെ വാലിഡിറ്റിയും ഹയർ ആയിരിക്കും. സോ റോങ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് സി ആണ്. ഇൻ ഇന്ത്യ സ്പെഷ്യൽ മാരേജ് ആക്ട് വാസ് പാസ്ഡ്. അത് നമ്മൾ ഒത്തിരി തവണ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. 1954. ക്ലാസിഫിക്കേഷൻ ഓഫ് ഗ്രൂപ്പ്സ് ഇൻടു പ്രൈമറി ഗ്രൂപ്പ് ആൻഡ് സെക്കൻഡറി ഗ്രൂപ്പ്. നേരത്തെ നമ്മൾ പറഞ്ഞു അല്ലെ, പ്രൈമറി ആൻഡ് സെക്കൻഡറി ഗ്രൂപ്പ്സ് CH കൂലെ. മാൻഡൽ കമ്മീഷൻ റിപ്പോർട്ട് വാസ് ഇംപ്ലിമെന്റഡ് ഡ്യൂറിംഗ് ദ ടൈം ഓഫ്. സോ മാൻഡൽ കമ്മീഷൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലെ. ബാക്ക്വേർഡ് ക്ലാസസിനെ കുറിച്ച് പറയുന്ന ഒരു റിപ്പോർട്ടാണ്, അല്ലെങ്കിൽ ബാക്ക്വേർഡ് ക്ലാസസിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു കമ്മീഷനാണ് മാൻഡൽ കമ്മീഷൻ എന്ന് പറയുന്നത്. ആൻഡ് മാൻഡൽ കമ്മീഷൻ ആദ്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തത് VP സിംഗിന്റെ സമയത്താണ് മാൻഡൽ കമ്മീഷൻ ആദ്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തത്. ഓക്കെ. Then in kinship terminology, avuncular refers to, ഇത് നമ്മൾ ഒത്തിരി തവണ അവൻക്യൂ ലോക്കൽ ഫാമിലി ഒക്കെ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് അല്ലെ. വിവാഹശേഷം ഹസ്ബൻഡും വൈഫും കൂടെ ഹസ്ബൻഡിന്റെ അമ്മയുടെ ബ്രദറിന്റെ അടുത്തേക്ക് പോകും അല്ലെ. മദേഴ്സ് ബ്രദർ, അമ്മയുടെ സഹോദരന്റെ അടുത്തേക്ക്, അങ്കിളിന്റെ അടുത്തേക്ക് പോകുന്നതിനാണ് നമ്മൾ അവൻക്യൂ ലോക്കൽ ഫാമിലി എന്ന് പറയുന്നത്. അതിൽ അവൻക്യുലാർ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം മദേഴ്സ് ബ്രദർ ആണ്. അമ്മയുടെ സഹോദരന്റെ വീട്ടിലേക്ക് ഈ കപ്പിൾസ് താമസം മാറും. ആ ഫാമിലിയാണ് നമ്മൾ അവൻക്യൂ ലോക്കൽ ഫാമിലി എന്ന് പറയുന്നത്. മെറ്റേണൽ അങ്കിൾ അല്ലെങ്കിൽ മദേഴ്സ് ബ്രദർ, ഇതൊക്കെയാണ് ആ അവൻക്യുലാർ എന്ന വാക്കിന്റെ അർത്ഥം. ദ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ഓഫ് ഇന്ത്യ. എന്താണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം? കൂടുതലും നമ്മുടെ റൂറൽ ഏരിയാസിന്റെ അഗ്രികൾച്ചറും
അവരുടെ ഹൈജീനും എഡ്യൂക്കേഷനും ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഇന്ത്യൻ ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു പ്രോഗ്രാമാണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം. അത് ആദ്യമായിട്ട് ലോഞ്ച് ചെയ്തത് 1952-ലാണ്. ഓക്കെ, സോ ഇതൊക്കെ കുറച്ച് കൂടുതലും GK ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പൊ മാൻഡൽ കമ്മീഷൻ ആയിക്കോട്ടെ, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ആയിക്കോട്ടെ, വക്യം സത്യാഗ്രഹം ആയിക്കോട്ടെ, ഇതൊക്കെ കുറച്ച് കൂടുതൽ GK ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നിങ്ങൾ ഇപ്പം നിങ്ങൾ എഴുതാൻ പോകുമ്പോൾ കുറച്ച് കറണ്ട് അഫയേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് നോക്കി വെക്കുക. കുറച്ച് നോബൽ പ്രൈസ് വിന്നേഴ്സും അതുപോലെ തന്നെ ഈ സമയത്ത് നമ്മുടെ എന്തെങ്കിലും ക്രിക്കറ്റ് മാച്ചുകളോ ഫുട്ബോൾസോ ഒക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ വിന്നേഴ്സ് അതൊക്കെ നോക്കി വെക്കുക. പിന്നെ നമ്മുടെ സബ്ജക്ട് ബേസ്ഡ് ആയിട്ട് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓതേഴ്സ്, അവരുടെ ബുക്സ്, പിന്നെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മൾ നേരത്തെ പറഞ്ഞുള്ള സാൻസ്ക്രിറ്റൈസേഷൻ പോലുള്ള കൺസെപ്റ്റ്സ്, ഇതൊക്കെ നോക്കി വെക്കാം. പിന്നെ നിങ്ങൾ എന്താ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ, CUT റിസൾട്ട് ഒരു സെഷൻ വെക്കാവോ എന്നുള്ളത് അല്ലെ. ഓക്കെ, സോ അത് ഞാൻ എന്തായാലും നമ്മുടെ എൻലേൺ അക്കാഡമിയിൽ മെന്ററിനോട് ഷെയർ ചെയ്യാം. സോ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അതിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ടുണ്ടോ? മാർക്സും കട്ട് ഓഫിനെ കുറിച്ച് അല്ലാണ്ട് വേറെ എന്തെങ്കിലും ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യണം എന്നുണ്ടോ? ക്വസ്റ്റ്യൻ പേപ്പർ ആക്ച്വലി വന്നായിരുന്നോ? ഓൺലൈൻ വന്നായിരുന്നോ? 103 ഒക്കെ കിട്ടിയാലും 103 കുറച്ച് ബുദ്ധിമുട്ടാണ്. നമുക്ക് അതിനെക്കുറിച്ച് ഒരു സെഷൻ വയ്ക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എത്ര കട്ട് ഓഫ് കിട്ടിക്കഴിഞ്ഞാൽ ഏത് യൂണിവേഴ്സിറ്റിയിൽ കിട്ടും എന്നുള്ളതൊക്കെ അല്ലെ, അതാണ് നിങ്ങളുടെ ഡൗട്ട്. ഉറപ്പായിട്ടും നമുക്ക് ഒരു ഹാഫ് ആൻ അവർ എങ്കിലും അങ്ങനെ ഒരു സെഷൻ വയ്ക്കാനായിട്ട് ഞാൻ ഉറപ്പായിട്ട് റിക്വസ്റ്റ് ചെയ്യാം കേട്ടോ. പറ്റുവാണെന്നുണ്ടെങ്കിൽ നാളെ തന്നെ നമുക്ക് അങ്ങനെ ഒരു സെഷൻ വയ്ക്കാൻ നോക്കാം. സോ എന്തായാലും നിങ്ങളുടെ മെന്റർ ഉടനെ അറിയിക്കും കേട്ടോ. ഇപ്പൊ എന്തായാലും ഈ എക്സാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ എക്സാം എഴുതാൻ പോകുന്നുണ്ടെങ്കിൽ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പഠിച്ചെഴുതുക. ഓൾ ദി വെരി ബെസ്റ്റ്. ഉറപ്പായിട്ട് നിങ്ങൾ ചോദിച്ച ഈ ഒരു കാര്യത്തിനുള്ള സെഷൻ നമുക്ക് വെക്കാം. ഓക്കെ, താങ്ക് യു.